ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 2 ദിവസമായി നമ്മുടെ മലപ്പുറം മഅദിൻ അക്കാദമിയിൽ ഹറമൈൻ എന്ന് പറയുന്ന ഒരു എക്സ്പോ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ വ്യാഴാഴ്ച ആരംഭിച്ചതാണ്. വ്യാഴം, വെള്ളി, ഇന്ന് ശനിയായി. ശനി ഇനി നാളെ ലാസ്റ്റാണ്. അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെയാണുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. വരി. ബാബൽ ബനി ഷൈബ എന്ന് നമുക്കിവിടെ കാണാം. പോയോ? ചെറിയ രൂപത്തിൽ മാത്രമാണ് ഉള്ളത്. ഇവരോട് ചോദിച്ചു നോക്കാം എന്തൊക്കെയോ ഇവിടെ നടക്കുന്നുണ്ട്. ആകെ സെറ്റപ്പാണ് മുഴുവൻ. ഇവിടെ ഉസ്താദ് എക്സ്പ്ലനേഷൻ നടത്തുന്നുണ്ട്, നമുക്ക് നോക്കാം, ചോദിച്ചു നോക്കാം. നമ്മൾ പുരാതനമായ ഒരു തെരുവുകളിലൂടെയാണ് ഹറമിൻ്റെ മുറ്റത്തേക്ക് എത്തിച്ചേരുന്നത്. ഹറമിൻ്റെ മുറ്റത്തേക്ക് എത്തിച്ചേരുമ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള വലിയ വലിപ്പത്തിലുള്ള ഇബ്രാഹിം മക്കാമാണ് നമ്മളിവിടെ കാണുന്നത്. ഈ ഒരു ഇബ്രാഹിം മക്കാമിൽ നമ്മൾ ചുറ്റുമതിൽ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ആദ്യകാലങ്ങളിൽ ഇത്തരത്തിലുള്ള ചുറ്റുമതിലുണ്ടായിരുന്നു. പിന്നീട് ഈ ഒരു ചുറ്റുമതിൽ പൊളിച്ച് നീക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഖുറൈശികളുടെ കാലത്ത് നിർമ്മിച്ചിട്ടുള്ള കഅബ ഷെരീഫും നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു കഅബ ഷെരീഫിൽ നമുക്കവിടെ ഹിജർ ഇസ്മായിൽ ഒരുക്കിയിട്ടുണ്ട്. ആ ഒരു ഹിജർ ഇസ്മായിൽ ഖുറൈശികൾക്ക് മുമ്പുണ്ടായിരുന്നതാണ്. യഥാർത്ഥത്തിൽ പിന്നീട് അതിൻ്റെ ഉയർത്തി നിർമ്മിക്കാനുള്ള പണം ഖുറൈശികൾക്ക് തികയാതെ വരുന്ന സമയത്താണ് അത് ഭാഗികമായിട്ട് നിലച്ചു പോകുന്നത്. അതുപോലെ ഹറാമായ ഒരു പണം കഅബയുടെ പുനർനിർമ്മാണത്തിലേക്ക് എടുക്കില്ല എന്നൊരു വാശി കൂടെ ഖുറൈശികൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അത് പൂർത്തിയാക്കാൻ അവർക്ക് കഴിയാതെ വന്നത്. ശേഷം നമ്മൾ സഫ മർവ കുന്നുകളിലേക്കാണ് നീങ്ങുന്നത്. സഫ മർവ കുന്നുകൾ, ഇത്തരത്തിലുള്ള ഒരു സഫ മർവ കുന്നുകൾ നമുക്കിന്ന് അവിടെ കാണാൻ സാധിക്കില്ല. പകരം ഹറം പള്ളിക്ക് അകത്തായിട്ട് രൂപപ്പെട്ടിട്ടുള്ള സഫ മർവ കുന്നുകളാണ് നമ്മൾ കാണുന്നത്. ഇത് മർവ കുന്നുകളായിട്ടാണ് ഇവിടെ ആവിഷ്കരിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സഫ മർവ കുന്നുകൾ ഹറം പള്ളിയുടെ വികസനത്തോടു കൂടിയാണ് സഫ മർവ കുന്നുകൾ പള്ളിക്ക് അകത്തായിട്ട് ആവിഷ്കരിക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇന്ന് നമുക്ക് സഫ മർവയിൽ സഈ ചെയ്യാൻ വിശാലമായിട്ടുള്ള ഭൂമി, ആ ഒരു മാർബിൾ പാകിയിട്ടുള്ള ഭൂമി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ പഴയ കാലത്ത് ഇത്തരത്തിൽ ദുർഘടമായിട്ടുള്ള വഴികളാണ് ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നത്. ശേഷം നമ്മൾ മിന താഴ്വരത്തേക്കാണ് നീങ്ങുന്നത്. മിന താഴ്വരയിലേക്ക് വരുമ്പോൾ 1997 ശേഷമാണ് ഇന്ന് കാണുന്ന ഫൈബർ ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള മിനയിലെ ടെൻറ്റുകൾ വ്യാപകമായിട്ട് ഉയർന്നു വരുന്നത്. അത്ര കാലം ഇത്തരത്തിലുള്ള തുണിത്തരങ്ങൾ കൊണ്ടുള്ള ടെൻറ്റുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. 1997 മിനയിലുണ്ടായ വലിയ തീപിടുത്തത്തിന് ശേഷമാണ് ഈ ഒരു തുണിത്തരങ്ങൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ടെൻറ്റുകൾക്ക് പകരം ഒരു ഫൈബർ ഗ്ലാസ് ടെൻറ്റുകൾ സൗദി ഭരണകൂടം അവിടെ ആവിഷ്കരിക്കുന്നത്. ശേഷം നമ്മൾ നീങ്ങുന്നത് അറഫ സംഗമഭൂമിയിലേക്കാണ്. ആദം നബി അലൈഹി സ്വലാമും ഹവ്വ ബീവിയും ഭൂമിയിൽ ആദ്യമായി സംഗമിച്ചതിൻ്റെ ഓർമ്മക്കായിട്ടാണ് ഇന്നും അറഫ സംഗമം, ലക്ഷക്കണക്കായ ഹാജിമാരുടെ അറഫ സംഗമം നടക്കുന്നത്. ഇത്തരത്തിലുള്ള ദുർഘടമായ പാതകളായിരുന്നു ആദ്യം ഈ ജബലുർ റഹ്മയിലുള്ള അറഫയിലേക്ക് എത്തിച്ചേരാനായിട്ട് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് ഇതിലേക്ക് കയറി ചെല്ലാനായിട്ട് ആവശ്യമായിട്ടുള്ള മെട്രോ സംവിധാനം, അതുപോലെ തന്നെ ഹൈവേ റോഡുകളടക്കം നമുക്കിന്ന് കാണുന്നുണ്ട്. അതുപോലെ ശക്തമായ ചൂടുള്ള ഇടമാണ് ഈ ഒരു അറഫ മല എന്നുള്ളത്. എന്നാൽ ഈ ഒരു അറഫ മലയിൽ ഇന്ന് തണുപ്പ് കാറ്റ് വീശുന്ന മിസ്റ്റിംഗ് ഫാനുകളടക്കം ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നീങ്ങുന്നത് മുസ്ദലിഫയിലേക്കാണ്. മുസ്ദലിഫ മിനയിൽ നിന്ന് വരുന്ന വഴിയിലേക്ക് തിരിച്ച് 7 കിലോമീറ്റർ സഞ്ചരിക്കുന്നുണ്ട്. മുസ്ദലിഫയിൽ നിന്നാണ് നമ്മൾ ജംറയിൽ എറിയാൻ ആവശ്യമായിട്ടുള്ള കല്ലുകൾ പെറുക്കുന്ന രീതി മാറിയിട്ട് ഇന്ന് ആ ഒരു കല്ലുകൾ പെറുക്കി എടുത്തിട്ട് കൊണ്ടുപോയി ജംറയിൽ എറിയുന്ന ഒരു രീതിയായിരുന്നു ആദ്യകാലത്തുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് എവിടുന്ന് കല്ലുകൾ അടക്കം ചെയ്തിട്ടുള്ള ഒരു പാക്ക് നമുക്ക് വിതരണം ചെയ്യുന്നുണ്ട്. ആ പാക്കുകൾ നമുക്ക് കൊണ്ടുപോയിട്ട് ജംറയിൽ എറിയുന്ന ഒരു സംവിധാനം ഇന്ന് അവിടെ ഒരുക്കിയിട്ടുണ്ട്. ശേഷം നമ്മൾ നീങ്ങുന്നത് ജംറയിലേക്കാണ്. ജംറയുടെ നമ്മളെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇന്ന് നമ്മൾ ജംറയുടെ ചിത്രം എടുത്ത് നോക്കുമ്പോൾ വിശാലമായിട്ടുള്ള ചുവരുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ പഴയ കാലത്ത് ഇത്തരത്തിലുള്ള 3 ഒറ്റ തൂണുകളാണ് ജംറയിൽ ഉണ്ടായിരുന്നത്. ജംറത്തുൽ ഊല, ജംറത്തുൽ ഉസ്ത, ജംറത്തുൽ അഖബ എന്നിങ്ങനെ പേരുകളിലുള്ള 3 തൂണുകളാണ് ആദ്യം ഉണ്ടായിരുന്നത്. ഈ തൂണുകൾക്കൊരു കഥ പറയാനുണ്ട്. ഈ തൂണുകളിൽ തട്ടുന്ന കല്ലുകൾ തീർത്ഥാടകർക്കിടയിലേക്ക് തിരിച്ചു ചെന്ന അപകടങ്ങൾ പതിവായിരുന്ന നിത്യസംഭവമായിരുന്നു ആദ്യകാലത്ത്. എന്നാൽ പുതിയ കാലത്ത് ചുവർ സിസ്റ്റം വന്നതോടെ അത് ദൂരീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ തൂണുകളിൽ തട്ടിയിട്ടുള്ള കല്ലുകൾ ഒരു ചുറ്റുമതിലിനകത്ത് ഒരുമിച്ച് കൂടി കിടക്കുന്ന പതിവ് ആദ്യം ഉണ്ടായിരുന്നു. പിന്നീട് ഇത് ജോലിക്കാർ കോരിയെടുത്ത് മുസ്ദലിഫയിൽ കൊണ്ടെത്തിക്കുന്ന ഒരു സംവിധാനമാണ് ആദ്യം ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് ചുവരുകളിൽ തട്ടി വീഴുന്ന കല്ലുകൾ ഇതിന് കീഴെ സ്ഥാപിച്ചിട്ടുള്ള ഒരു തോണി ആകൃതിയിലുള്ള സംവിധാനത്തിലേക്കാണ് ചെന്ന് വീഴുന്നത്. ഈ ഒരു തോണി ആകൃതിയിലുള്ള സംവിധാനത്തിലൂടെ ഭൂമിക്കടിയിലുള്ള ബങ്കറുകളിലേക്ക് കല്ലുകൾ ചെന്ന് വീഴുന്നുണ്ട്.
പിന്നീട് ഈ കല്ലുകൾ നേരെ മുസ്ദലിഫയിലേക്ക് ഓട്ടോമാറ്റിക് സംവിധാനത്തിലൂടെ ചെന്നെത്തുന്ന രീതി ഇന്ന് അവിടെ സൗദി ഭരണകൂടമാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. അതിനുശേഷം ഇതോടുകൂടിയിട്ട് ഹജ്ജിൻ്റെ പ്രധാന കർമ്മങ്ങളെല്ലാം പൂർത്തിയാവാണ്. ശേഷം നമ്മൾ ചെല്ലുന്നത് റൗള ഷെരീഫിലേക്കാണ്. റൗള ഷെരീഫിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹുജറത്ത് ഷെരീഫ് ഒരുക്കിയിട്ടുള്ള എവിടെയാണ്? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഭിമുഖമായി നിന്ന് നമുക്ക് സലാം പറയാനുള്ളൊരു സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഏതൊരു മുസ്ലിമിൻ്റെ ഒരു അന്ത്യാഭിലാഷ ആണല്ലോ മുത്തനബിയോട് ചേർന്ന് നിന്നൊരു സലാം പറയുക എന്നുള്ളത്. അതിനുള്ളൊരു സൗകര്യമാണ് നമുക്കിവിടെ മുവാജഹ ഷെരീഫ് ഒരുക്കിയിട്ടുള്ളത്. അങ്ങനെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യകാലത്ത് ഹുജറത്ത് ഷെരീഫ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യകാലത്ത് ഹുജറത്ത് ഷെരീഫ് ഒരുക്കുന്നത് ആയിഷ ബിയുടെ മുറിക്കകത്തായിരുന്നു. എന്നാലും പിന്നീട് ഒരുപാട് ആളുകൾ കൂടുന്നുണ്ട്. ഈ ആളുകൾ കൂടിയ സമയത്ത് ഇതിന് സംരക്ഷണം വേണമെന്നുള്ള ആവശ്യം ഉയരാണ്. ആ ആവശ്യം ഉയർന്നിട്ടാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹുജറത്ത് ഷെരീഫിന് ചുറ്റും ഒരു പഞ്ചാകൃതിയിലുള്ള ചുറ്റുമതിൽ ഒരുക്കുന്നത്. ശേഷം വീണ്ടും ഇതേ ആവശ്യങ്ങൾ ഉയരുന്നുണ്ട്. ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഉയർന്ന സമയത്താണ് ഇത്തരത്തിലുള്ള അഴികളുടെ നിർമ്മാണം കൊണ്ടുവരുന്നത്. ഈ അഴികൾ നിർമ്മിക്കുന്നത് ഒട്ടോമൻ ഭരണകർത്താക്കളാണ്. നമ്മൾ ഇന്ന് അവിടെ പോയാൽ കാണാൻ സാധിക്കുന്നത് സ്വർണ്ണങ്ങൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള അഴികളാണ്. ഈ സ്വർണ്ണം കൊണ്ട് നിർമ്മിച്ച അഴികൾക്കൊരു ചരിത്രം പറയാനുണ്ട്. ഈ ഒരു അഴികൾ ആദ്യകാലത്ത് വരുന്നത് മരം കൊണ്ടുള്ള നിർമ്മാണമായിരുന്നു അതിൽ ആദ്യകാലത്ത് വന്നിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷമാണ് പിന്നീട് ഇരുമ്പ്, പിച്ചള, ലോഹങ്ങൾ കൊണ്ടൊക്കെ മാറ്റി നിർമ്മിച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് ഇന്ന് കാണുന്ന രീതിയിലേക്ക് സ്വർണ്ണത്തിലേക്ക് ഒരു പരിണാമം നടക്കുന്നത്. മാത്രമല്ല മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നേരിട്ട് സലാം പറയാൻ നമുക്ക് സൗകര്യപ്പെടുത്തിയിട്ടില്ല. ഈ ഒരു മുവാജഹ ഷെരീഫിൽ ഒരു ദോരം കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഒരു ദോരത്തിലൂടെ നമ്മൾ നോക്കിയാൽ കാണുന്നത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹുജറത്ത് ഷെരീഫിന് ചുറ്റുമായിട്ട് ഒരുക്കിയിട്ടുള്ള ഒരു പഞ്ചാകൃതിയിലുള്ള ചുറ്റുമതിൽ മാത്രമാണ്. ഇതോട് കൂടിയിട്ട് നമ്മൾ ഈ ഒരു സ്റ്റാൾ അവസാനിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഇവിടെ മുഴുവനായിട്ട് കണ്ട സ്ഥലങ്ങളുടെ QR അവിടെ സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് അത് പൂർണ്ണമായിട്ടും വായിക്കാനോ അതിലൊരു വീഡിയോ അടക്കം സംവിധാനിച്ചിട്ടുണ്ട്. മുഴുവൻ ചുവരുകളിൽ അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പൂർണ്ണമായിട്ടും മൈദീൻ ദാവയിലെ വിദ്യാർത്ഥികൾ മാത്രമാണ് ഈ ഒരു മുഴുവൻ പ്രവർത്തികൾ ചെയ്തിട്ടുള്ളത്. അഥവാ ഈ ചിത്രങ്ങളായാലും കൊത്തുപണികളായാലും ഫുള്ളായിട്ട് നമ്മൾ കുട്ടികൾ മാത്രം ചെയ്തിട്ടുള്ള കർമ്മങ്ങളാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത സ്റ്റാളുകളിലേക്ക് നീങ്ങും. അതിൻ്റെ ഒരു പ്രസൻറ്റേഷനാണ് നമ്മൾ കണ്ടത്. ഓരോ സ്ഥാപനങ്ങളാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇനി നമുക്ക് മറ്റൊരു സ്റ്റാളിലേക്ക് പോയി നോക്കാം. ഇവിടുത്തെ വീഡിയോ മറ്റു വിഷയങ്ങളൊക്കെ എത്ര ഭംഗിയിലാണ് ചെയ്ത് നോക്കിയാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ ഓരോ ഗേറ്റുകൾ ബാബു ജിബിരിയിൽ ഇവിടെ ഒരുപാട് ഗേറ്റുകളും ഡോറുകളൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ അതിൽ ഓരോ കുട്ടികളും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു സ്റ്റാളിലേക്ക് കയറി നോക്കാം. കയറുന്നോടെ തന്നെ ലൊക്കേഷൻ്റെ ഒക്കെ സംഗതിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മറ്റൊരു സ്ഥലത്തെത്തി. ഇവിടെ നമുക്ക് ചോദിച്ചു നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞങ്ങൾ ഈ ഇതിനോട് എൻ്റെ പേര് അബ്ദുൽ മാജിദ്, കോഴിക്കോട് പെരുവേലിൽ നിന്നാണ് വരുന്നത്. മദീൻ മോഡൽ അക്കാദമിയിലാണ് പഠിക്കുന്നത്. മോഡൽ അക്കാദമിൻ്റെ സ്റ്റാളാണ്. അപ്പോൾ ഞങ്ങൾ ഇതിന് ത്വലൽ ബദ്ർ എഴുതിക്കൊണ്ടാണ് ഞങ്ങൾ ഇവിടേക്ക് വരുന്നത്. അതായത് മദീനയുടെ ചരിത്രമാണ് ഇതിൽ പറയുന്നത്. അഥവാ സനിയത്തുൽ വദാഇന് ശേഷമുള്ള മദീനയുടെ ചരിത്രം എന്താണ്, മദീനയുടെ റസൂലുള്ളാഹിൻ്റെ കാലത്ത് മദീന എങ്ങനെയാണ് എന്നതാണ് ഇതിലൂടെ ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ കാണിച്ചു തരാനും ഒക്കെ ഉദ്ദേശിക്കുന്നത് അതാണ്. അപ്പോൾ ഇതിൻ്റെ ചരിത്രത്തിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഒരു പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനെല്ലാത്തിനും ഞങ്ങളുടെ അടുക്കൽ കിതാബിയായിട്ടുള്ള തെളിവുകളുണ്ട്. അതുപോലെ തന്നെ ഇതിനെല്ലാം അളവുകളുണ്ട്. അവ ഒരു 50 ഇഞ്ച് 20 ഇഞ്ച് 1 കിലോമീറ്റർ എന്നുള്ള നിലക്കാണ് ഞങ്ങൾ ഇതിനുള്ള കിലോമീറ്റർ അളവെടുത്തത്. മദീന മുഴുവൻ ഏകദേശം 589 കിലോമീറ്റർ ഉണ്ട്. അതിൽ വെറും 25 കിലോമീറ്റർ മാത്രമേ ഞങ്ങൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ ചരിത്രത്തിലേക്ക് വരുമ്പം മദീനയുടെ തെക്ക് ഭാഗത്തായിട്ടാണ് മക്ക വരുന്നത്, കാബ വരുന്നത്. അവിടെ നിന്നും റസൂലുള്ളാഹിയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഹിജ്റ വരികയും ആ ഹിജ്റ വന്ന് സനിയത്തുൽ വദാഉം കഴിഞ്ഞ് പ്രവേശിച്ച വഴിയാണ് ഈ വഴി കാണുന്നത്. ഈ വഴിയിലൂടെയാണ് അവർ രണ്ടുപേരും പ്രവേശിച്ച് അവർ എത്തിയത് ആദ്യം ഈ ബുസ്താനുൽ മുസ്തദിൽ എന്ന ഒരു അമ്രുബിൻ ഔഫിൻ്റെ തോട്ടത്തിലേക്കാണ്. ഒരു ജൂതൻ്റെ തോട്ടമായിരുന്നു അതെന്നുള്ളത്. ആ തോട്ടത്തിൽ വന്ന് നിസ്കരിക്കുകയും ആദ്യമായി വിശ്രമിക്കുകയും ചെയ്തു. അപ്പോൾ അവർ വുദൂ ചെയ്ത കിണറാണ് ഈ ബിർ ഇദക്ക എന്ന് പറയപ്പെടുന്ന ഈ കിണർ എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ വേറൊരു പ്രത്യേകത, ഈ തോട്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ചരിത്രത്തിൽ നിന്ന് അറിയാവുന്നത് പോലെ തന്നെ ജൂതന്മാർ നോക്കിയിരുന്നു റസൂലുള്ളാഹി വരുന്നത് എന്ന് പറയുന്നത് കേൾക്കാം. അപ്പോൾ ഒരു ജൂതൻ ഇതിൻ്റെ മുകളിൽ നിന്ന് കയറി നിന്നപ്പോഴാണ് റസൂലുള്ളാഹിയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും വരുന്നത് കാണുന്നതും അവർ വിളിച്ചു പറയുന്നതും ഉണ്ടായത് ഇതിൻ്റെ മുകളിൽ നിന്നുമായിരുന്നു. അതിനപ്പുറത്ത് റസൂലുള്ളാഹി പിന്നീട് പോയത് അതിനപ്പുറത്തേക്കുള്ള ഉമ്മു കുൽസും റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്കാണ്. ആ വീടിനെ കുറിച്ച് പറയുമ്പോൾ അലി റളിയല്ലാഹു അൻഹുവുമായി റസൂലുള്ളാഹി കണ്ടുമുട്ടിയ വീടാണ്. അതുപോലെ തന്നെ വിവാഹം കഴിക്കാത്ത സ്വഹാബികൾ ആ വീട്ടിൽ നിന്നുമായിരുന്നു അവിടെയായിരുന്നു കൂടിയിട്ടുണ്ടായിരുന്നത് ആ കാലഘട്ടത്തിൽ. അതിനപ്പുറത്ത് 200 മീറ്റർ അപ്പുറം ബുസ്താനുൽ മുസ്തദിലിൻ്റെ 200 മീറ്റർ അപ്പുറമാണ് മസ്ജിദ് ഖുബ. മസ്ജിദ് ഖുബയെക്കുറിച്ച് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യമായി മദീനയിൽ നിർമ്മിച്ച പള്ളി അതാണ്. അതുപോലെ തന്നെ ഈ മസ്ജിദുൽ ഖുബായിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇവിടെയാണ് ആദ്യം ഒട്ടകം
മുട്ടുകുത്തി എന്നുള്ളതും. അതിനുശേഷം ഇവിടെയെല്ലാം റസൂൽ എത്തുന്നത് റബീഉൽ അവ്വൽ 8-നാണ്. റബീഉൽ അവ്വൽ 12-നാണ് പിന്നെ ഇവിടെ നിന്നും നമുക്കെല്ലാവർക്കും ചരിത്ര പ്രസിദ്ധമായ മസ്ജിദുൻ നബവിയിലെത്തുന്നത്. അഥവാ മസ്ജിദുൻ നബിയുടെ മിമ്പർ ഭാഗത്താണ് അന്ന് ഒട്ടകം മുട്ടുകുത്തി എന്നറിയപ്പെടുന്ന ചരിത്ര പ്രസിദ്ധമായ ആ മുട്ടുകുത്തലുണ്ടായത്. ആ മസ്ജിദുൻ നബിയുടെ ഉൾഭാഗത്തായിരുന്നു അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ വീടുണ്ടായിരുന്നത്. അത് പിന്നീട് പൊളിച്ച് സഹലി സുഹൈൽ എന്ന 2 അനാഥ മക്കളുടെ സ്ഥലം ഉപയോഗിച്ച് വലിയൊരു പള്ളിയാക്കി മാറ്റുകയാണ് ഉണ്ടായത്. അതിനപ്പുറത്തുള്ള 9 വീടുകളാണ് റസൂലുള്ളാഹിൻ്റെ ഭാര്യമാരുടെ വീടുകൾ. ഈ കാണുന്ന വീട് ആയിഷ ബിയുടേതും അതിൻ്റെ അപ്പുറമുള്ളത് സൗദ ബിയുടേതുമാണ്. മറ്റുള്ള വീടുകൾക്ക് പ്രധാനമായ നല്ലൊരു തെളിവ് നമുക്ക് ലഭിച്ചിട്ടില്ല. ആയിഷ ബിയുടെ വീട്ടിലാണ് ഇപ്പോൾ മക്ബറ, റസൂലുള്ളാഹിൻ്റെ മക്ബറ ഉള്ളതും അതിന് മുകളിലാണ് ആ പച്ചക്കുബ്ബ നിലനിൽക്കുന്നതുമെല്ലാം. അതിനുശേഷം ഉമർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ ആ വീടുകളെല്ലാം പൊളിച്ചു മാറ്റി വലിയൊരു പള്ളിയാക്കി മസ്ജിദുൻ നബവി വിപുലീകരിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്നും 550 മീറ്റർ അകലെയാണ് മസ്ജിദുൽ ഇജാബയുള്ളത്. മസ്ജിദുൽ ഇജാബ എന്ന് പറയുമ്പോൾ റസൂലുള്ള 3 ഘട്ടത്തിൽ പ്രാർത്ഥിച്ചു. ഒന്ന് പ്രകൃതി ദുരന്തത്തിനും മറ്റൊന്ന് രാജഭരണത്തിൻ്റെ പ്രയാസത്തിലും. ഈ 2 ഘട്ടത്തിലും ദുആ ചെയ്തപ്പോൾ ഇജാബത്ത് കിട്ടിയത് കൊണ്ടാണ് മസ്ജിദുൽ ഇജാബ എന്ന് പേര് വെച്ചതും. ഒരു ഘട്ടം മുഅ്മിനീങ്ങൾക്കിടയിലുള്ള സംഘർഷത്തിന് വേണ്ടി ദുആ ചെയ്തപ്പോൾ അതിന് ഉത്തരം ലഭിച്ചില്ല എന്നുമാണ് ആ പള്ളിയുടെ ചരിത്രം പറയുന്നത്. അതുകൊണ്ടാണ് ഇജാബത്ത് അഥവാ മസ്ജിദുൽ ഇജാബ എന്ന് അതിന് പേര് വെച്ചത് എന്ന് പറയുന്നത്. ഇനി ഇത് ഓരോ ഗോത്രങ്ങളുടെ വീടാണ്. അപ്പോൾ റസൂലുള്ളാഹിനെ വരുന്ന സമയത്ത് പല ഗോത്രങ്ങളും ക്ഷണിച്ചു എന്ന് പറഞ്ഞേക്കാലോ, നമ്മുടെ വീട്ടിലേക്ക് വരും എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് അള്ളാഹു എവിടെയാണ് അതിന് നിയോഗിച്ച് കൊടുത്തത് അവിടെ കുത്തുന്നു എന്ന് പറഞ്ഞത്. അതാണ് ആ ചരിത്രമാണ് ഈ ഗോത്രങ്ങളിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതെല്ലാം സ്കാൻ ചെയ്താൽ ഇതിൻ്റെ മലയാളവും അറബിയുമായ വിവരങ്ങളും കിതാബുകളെല്ലാം കിട്ടും. ഇത് ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹുവിൻ്റെ കൊട്ടാരമാണിത്. ഈ കൊട്ടാരത്തിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഇത് ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ മക്കളായ ആയിഷ ബീവി, അസ്മാ ബീവിയുടെ മകനാണ് ഉർവത്ത് ബിൻ സുബൈർ. അതായത് ആയിഷ ബീവി ഇവരുടെ ഏളാമയാണ്. ഇവർ താബിയാണ്, സ്വഹാബിയല്ല. അപ്പോൾ ആയിഷ ബീവിയെ ഈ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. അപ്പോൾ ക്ഷണിച്ച സമയത്ത് ഇവിടേക്ക് സൽക്കരിച്ചപ്പോൾ ആയിഷ ബീവി ഇവിടെ വരികയും വിഭവസമൃദ്ധമായ ഭക്ഷണം കിട്ടിയപ്പോൾ കരയുന്നൊരു അവസ്ഥയുണ്ടായി. അപ്പോൾ അതിന് കാരണം ചോദിച്ചപ്പോൾ പറഞ്ഞത് ആയിഷ ബീവി പറയുകയാണ്, റസൂലുള്ളാഹി തങ്ങൾക്ക് ഇതൊന്നും കിട്ടിയിട്ടില്ലല്ലോ, അതിൻ്റെ ആദിയിൽ ഞാൻ അറിയാതെ കരഞ്ഞു പോയതാണെന്ന് ആയിഷ ബീവി പറയുന്നുണ്ട്. അതായത് ആയിഷ കരഞ്ഞ കൊട്ടാരം എന്നറിയപ്പെടുന്ന ഒരു കൊട്ടാരമാണ് ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹുവിൻ്റെ കൊട്ടാരം എന്നുള്ളത്. അതിനോട് ചേർന്നിട്ടാണ് ഈ വാദി അക്കീക്ക് എന്ന് പറഞ്ഞാൽ ഇതിന് പ്രധാനമായ 2 ചരിത്രങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും. ഒന്ന് പറയുമ്പോൾ റസൂലുള്ളാഹിൻ്റെ ഹിജ്റയുടെ റൂട്ടാണ്. ഞങ്ങൾ കൊടുത്ത മദീനയുടെ ബോർഡർ അതാണ്, അതിൻ്റെ പുറത്തുള്ളതാണിത്. അപ്പോൾ ഹിജ്റയുടെ റൂട്ടാണിത്. ഹിജ്റ ഈ വഴിയിലൂടെയാണ് വന്നത്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇത്ര സുന്ദരമാക്കാനുള്ള കാരണം ഒരു ഹദീസിൽ കാണാം, റസൂലുള്ള ആയിഷ ബിയോട് പോയി പറയുന്നുണ്ട്, വാദിയാക്കിയൊക്കെ കാണാൻ നല്ല സുന്ദരമാണ്, അവിടെ നല്ല ഭംഗിയാണെന്ന് പറഞ്ഞ് പുകയത്തിക്കൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ആയിഷ ബി തിരിച്ച് പറയാണ്, എന്നാൽ നമ്മുടെ വീട് അവിടേക്ക് ആക്കിയാലോ. എന്നാൽ ഇവിടെ കുറേ വീടുകളുണ്ട് എന്ന കാരണത്താൽ അവരിവിടേക്ക് വീടാക്കിയില്ലെങ്കിലും ആ ഹുബ്ബ് കൊണ്ട് പല സ്വഹാബത്തും ഇവിടേക്ക് വീട് മാറ്റിയതായി ചരിത്രം പറയുന്നുണ്ട്. അതിനോട് ചേർന്ന മലയാണ് ജബലു ബനി ഉബൈദ് എന്ന ഈ മല എന്നുള്ളത്. പിന്നെ ഇതാണ് ജബലു സുൽഇൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഖന്തക്ക് വരുന്നത് ഇതിൻ്റെ ഈ ബോർഡറിൻ്റെ പുറത്താണ്, ഈ ഭാഗത്താണ്. അപ്പോൾ ഈ ജബലു സുൽ എന്ന് പറയുന്നത് ഖന്തക്കിൻ്റെ സമയത്ത് ശത്രുക്കൾ ഒളിഞ്ഞിരുന്ന മലയാണ് ജബലു സുൽ അല്ല, റസൂലുള്ളാഹി ഇവിടുന്ന് പ്രാർത്ഥിച്ച മലയാണ് ഇത് എന്നും പറയുന്നുണ്ട്. ഇനി മസ്ജിദുൻ നബവി നമ്മൾ നേരത്തെ പറഞ്ഞ ഇതാണ് ഉമ്മഹത്ത് ഭാര്യമാരുടെ വീട്. അപ്പോൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് അവർ ഈ തണുപ്പ് കാലത്തും ചൂട് കാലത്തും 2 കാലത്തും ഇങ്ങനെ ഉള്ള സമയത്ത് തണുപ്പ് കാലത്ത് ഈ വീടിൻ്റെ ഉള്ളിലും മറ്റും ഇവിടെ മേൽക്കൂര ഇല്ലാത്തൊരു വീടുണ്ടായിരുന്നു, അവിടെ ചൂട് കാലത്ത് നിൽക്കും എന്നതാണ് ഈ ഇങ്ങനെ വീട് ക്രമീകരിക്കാനുള്ള കാരണം. പിന്നെ ഇതാണ് നമ്മൾ പറഞ്ഞ 550 മസ്ജിദുൽ ഇജാബ. അതിന് മുമ്പായിട്ട് ഏകദേശം ഈ മസ്ജിദുൻ നബവിയുടെ ഒരു കിഴക്ക് ഭാഗത്തായിട്ടാണ് നമ്മളെ ജന്നത്തുൽ ബഖയ സ്ഥിതി ചെയ്യുന്നത്. ആയിഷ ബീവിയുടെ മക്ബറൊക്കെ ഉള്ള ഏകദേശം ഈ ഭാഗത്താണ് ജന്നത്തുൽ ബഖയ സ്ഥിതി ചെയ്യുന്നത്. പിന്നെ മസ്ജിദുൽ ഇജാബ ഓരോ ഗോത്രങ്ങളെ വീടുകളാണ്. ഇതിൻ്റെ ഇടയിൽ വാദി മഹസൂർ, അതുപോലെ വാദി മുസൈനിബ് എന്ന് പറയുന്ന ചില തായ്വരകൾ വരുന്നുണ്ട്. അതിലൂടെ ഇങ്ങനെ കടന്ന് ആ വാദി ബുത്തുഹാനായ ജബലു സുൽഇൻ്റെ ഇടയിൽ കൂടെയൊക്കെ ആ പുഴകൾ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ബിറു ഹോർസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ ജനാസ ഇതിലെ വെള്ളം കൊണ്ടാണ് കുളിപ്പിക്കണമെന്ന് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അതിന് കാരണം പറയുന്നത് റസൂലുള്ളാഹി സ്വപ്നത്തിൽ കണ്ടു ഇത് സ്വർഗത്തിലെ കിണറാണെന്ന്. അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ വെള്ളം കൊണ്ട് എന്നെ കുളിപ്പിക്കണം എന്ന് പറഞ്ഞത്. ഇവിടെ നിന്ന് ഏകദേശം 3.5 കിലോമീറ്ററാണ് മസ്ജിദുൻ നബവിയിലേക്കുള്ളത്. ഇവിടെ നിന്നും വെള്ളം പൊക്കിക്കൊണ്ടുപോയിട്ടായിരുന്നു അവിടെ പോയിട്ട് കുളിപ്പിച്ച് ആയിഷ ബിയുടെ വീട്ടിൽ മറമാടിയത് എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. ഇത് ജബലു ഖൈറ അല്ലെങ്കിൽ ഖൈർ, അതായത് മദീനയുടെ പുറത്തുള്ള
ഒരു ബോർഡറിന് പുറത്തുള്ള ഒരു വിശാലമായ ഒരു മലയാണ്. അത് ഞങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തി എന്നേ ഉള്ളൂ. ഇതാണ് ഇത്ബാൻ ഇബ്നു മാലിക് റളിയല്ലാഹുവിൻ്റെ വീട്. ഈ വീടിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ 2030 ആകുമ്പോഴത്തേക്കും സൗദി അറേബ്യ അവിടെ ഒരു ലോകത്ത് അറിയപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം പലതും ഖനനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഖനനം ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ അടുത്ത് ഫ്രഞ്ചിത്തെ ആൾക്കാർ വന്ന് ഖനനം ചെയ്തപ്പോൾ അവർക്ക് കിട്ടിയതാണ് ഇത്ബാൻ ഇബ്നു മാലിക് റളിയല്ലാഹുവിൻ്റെ ഇങ്ങനെയുള്ള വീട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ തറയായി ഇങ്ങനെ തന്നെ കൊടുത്തത്. ഇതിപ്പോഴും മദീനത്ത് പോകുന്ന ആൾക്കാർക്ക് കാണാൻ സാധിക്കും, തറ പോലെ കാണാൻ സാധിക്കും. അതിൻ്റെ ഫോട്ടോ ആണ് 4ാമത്തെ ഫോട്ടോ ആയിട്ട് കാണും. അപ്പോൾ തറ പോലെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിന് മറ്റൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇത്ബാൻ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു കണ്ണ് കാണാത്ത സ്വഭാവമായിരുന്നു. അപ്പോൾ ഒരു കണ്ണ് കാണാത്ത സമയത്ത് വയോധികനായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് പറയുന്നുണ്ട്, എനിക്ക് പള്ളിയിലേക്ക് വരാൻ പ്രയാസമാണ്, അതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് നിസ്കരിക്കട്ടെ സമ്മതം ചോദിച്ചു. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ വീട്ടിൽ നിന്ന് നിസ്കരിച്ചോളൂ, പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് റസൂലുള്ളാഹിനോട് അങ്ങോട്ട് ആവശ്യപ്പെടുകയാണ്, എൻ്റെ വീട്ടിൽ ഒന്ന് ജമാഅത്ത് നിങ്ങൾ തുടങ്ങി നൽകണമെന്ന്. അങ്ങനെ റസൂലുള്ളാഹി പോയി നിസ്കരിച്ചൊരു വീട് കൂടെയാണ് ഈ വീട്. ഈ 2025 ഈ കാലഘട്ടത്തിലും നമുക്ക് അവിടെ പോയാൽ ഇപ്പോൾ ഇതിന് തറയെങ്കിലും കാണാൻ സാധിക്കും എന്നൊരു പ്രത്യേകത ഈ വീടിനുണ്ട്. അതുകൊണ്ടാണ് ഈ വീട് ഇവിടെ സജ്ജീകരിച്ചത്. ഫോട്ടോ അതിൻ്റെ പഴയ ഫോട്ടോ, പുതിയ ഫോട്ടോ, നല്ല ഫോട്ടോ. പിന്നെ ഈ വീടുകളൊക്കെ 1500 വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം 1500 വർഷങ്ങൾക്ക് മുമ്പുള്ള വീടുകളാണല്ലോ. ഈ വീടുകൾ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ഈ വലിയ വീടിലൂടെ ഞങ്ങൾ ഉദ്ദേശിച്ചത്. പണ്ട് കാലത്ത് വീട് എങ്ങനെയായിരുന്നു? ഇതിൻ്റെ ഈ വാതിലാണ് ഇത്. അപ്പോൾ ഇത് ഞങ്ങൾ ആൾക്കാർക്ക് കാണാൻ വേണ്ടി സജ്ജീകരിച്ച വാതിലാണ്. ഈ വാതിലിലൂടെയായിരുന്നു ആൾക്കാർ കയറുക. അതിൻ്റെ ഉള്ളിൽ നോക്കിയാൽ പല റൂമിലേക്കും വാതിലുകൾ ഉണ്ടാവുകയായിരുന്നു അന്നത്തെ സിസ്റ്റം. പിന്നെ മസ്ജിദുൻ നബവി ഞാൻ പറഞ്ഞു പല കാലഘട്ടത്തിലേക്ക് മാറ്റം വന്നതാണ്. ഹിജ്റേൻ്റേതാണ് ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഹിജ്റ 1 മുതൽ 2025 വരെ മസ്ജിദുൻ നബവി ഏകദേശം 12 തവണ മാറ്റം വന്നിട്ടുണ്ട്. 12 ആ മാറ്റങ്ങളാണ് ഇതിലൂടെ ഞങ്ങൾ ഉദ്ദേശിച്ചത്. ഓരോ ഫോട്ടോയിലൂടെയും നമ്മൾ ആ മാറ്റങ്ങളാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ ചിത്രങ്ങൾ ഇത് പറഞ്ഞാൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഇതെല്ലാം കിതാബിൻ്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണെന്ന്. അപ്പോൾ പഠിച്ചെടുത്തതാണ്, നമ്മൾ സെർച്ച് ചെയ്ത് ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ ആ കിതാബുകളെല്ലാം ഈ ബറത്തുകളും പല കിതാബുകളെയാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. അതുപോലെ യെസ് ആ കിതാബുകൾ അവിടെയും പരിചയപ്പെടുത്തുന്നു 2 ഭാഗത്തായിട്ട്. ആ കിതാബുകൾ ഏകദേശം 27 കിതാബുകളും സെർച്ച് ചെയ്തിട്ടുണ്ട്. ആ കിതാബുകളുടെ QR കോഡ്, കിതാബുകൾ കിട്ടാൻ ഈ QR കോഡ് നോക്കുക, ഈ QR കോഡ് ഉപയോഗിച്ചാൽ മതി. അതുപോലെ ആ വീടിൻ്റെ ഇത് കിട്ടണമെങ്കിൽ ആ റോസ് QR കോഡാണ് ഉപയോഗിക്കേണ്ടത്. വീടുകളത് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ റോസ് QR കോഡ് ഉപയോഗിച്ചാൽ മതി. ഇനി ഇങ്ങനെ വരുമ്പോൾ ഞാൻ പറഞ്ഞു മലയാള വേറെ കുറച്ച് ഞങ്ങൾ പറഞ്ഞു. റസൂലുള്ളാഹിൻ്റെ അവിടുന്ന് ജനാസ കുളിപ്പിച്ച കിണറാണെന്ന് ആദ്യം തന്നെ പറഞ്ഞു. അതാണ് അതിൻ്റെ പഴയ രൂപം, പോലെ പുതിയ രൂപം. അതുപോലെ തന്നെ ഇത് മസ്ജിദുൽ ഇജാബയുടെ പ്രത്യേകത പറഞ്ഞു. 3 ഘട്ടങ്ങളിൽ ദുആ ചെയ്യുകയും 2 ഘട്ടങ്ങളിൽ ഉത്തരം ലഭിച്ചു എന്ന് പറഞ്ഞു. പോലെ ഇത് ദാറു ഇത്ബാൻ ഇബ്നു മാലിക്, ഇപ്പോൾ 2025 ഇത് ഇപ്പോഴുള്ള ഫോട്ടോ ആണ്. അപ്പോൾ ഇത്ബാൻ ഇബ്നു മാലിക്കിൻ്റെ വീട് ഇപ്പോൾ അടുത്ത് കണ്ടെത്തി, 2025 കണ്ടെത്തി എന്നാണ് പറയുന്നത്. അതുപോലെ ഖസ്റു ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു കൊട്ടാരം, ഈ കൊട്ടാരത്തിൻ്റെ പുതിയ രൂപമാണ് ഈ കാണുന്നത്. വാദി അക്കീക്കിൻ്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്നതാണ്. ബുസ്താനുൽ മുസ്തഫയിൽ റസൂലുള്ളാഹി ആദ്യം വിശ്രമിച്ചതും നിസ്കരിച്ചതുമായ സ്ഥലമാണ് ഇത്. ബനു അംർ ഇബ്നു ഔഫിൻ്റെ തോട്ടമായിരുന്നു എന്ന് പറഞ്ഞു. ഇത് ജബൽ സുൽഹ്, അതായത് ഖന്തക്കിൻ്റെ സമയത്ത് മുശ്രിക്കുകളുടെ സൈന്യം ഒളിച്ചിരുന്നത് അവിടെയാണെന്നും പറഞ്ഞു. അപ്പോൾ ഇതെല്ലാമാണ് ഞങ്ങൾ ഇതിലൂടെ ടോട്ടലായിട്ട് ഉദ്ദേശിക്കുന്നത്. എന്താ പറഞ്ഞാൽ ഈ പുതിയ കാലത്ത്, ഇനി ആധുനിക കാലത്ത് ആർക്കും കാണാൻ സാധിക്കാത്ത, എന്നാൽ പലതും മോഡിഫൈ ചെയ്ത് മാറിയ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ആ വീടുകളൊന്നുമില്ല, ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. വീടുകളെല്ലാം പോയി ഇപ്പോൾ വലിയ മസ്ജിദുൻ നബവിയായി, അതൊരിക്കലും നമുക്ക് കാണാൻ കഴിയില്ല. അത് മോഡിഫൈ ചെയ്തിട്ട് പോലും കാണാൻ സാധിക്കില്ല. അതുപോലെ ഇതിൻ്റെ പല ഭാഗങ്ങളും മോഡിഫൈ ചെയ്ത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മസ്ജിദ് കുബ, മസ്ജിദ് ഇജാബ പോലത്തെ മോഡിഫൈ ചെയ്ത് വലിയ മാറ്റങ്ങൾ വന്നു. ആ സമയത്ത് ആർക്കും കാണാൻ കഴിയാത്ത സാധനങ്ങൾ അന്നത്തെ അതേ രൂപത്തിൽ മണ്ണ് കൊണ്ട് ആവിഷ്കരിച്ചെടുത്തതാണ്. മണലാരണ്യത്തിലെ റസൂൽ എങ്ങനെയായിരുന്നു എന്നത് ഇതിലൂടെ തെളിയിച്ചു തരികയാണ് നമ്മുടെ ഈ എക്സിബിഷൻ്റെ ഉദ്ദേശം തന്നെ. ഏകദേശം 10ഓളം കിതാബ് ഇപ്പോൾ നിങ്ങൾ റിസർച്ച് എടുത്തിട്ടുണ്ടോ? 10ഓളം 27 കിതാബുകളാണ് റിസർച്ച്. ഉഷാറാവട്ടെ ഇൻഷാ അല്ലാഹ്. ശുക്രൻ ജസാക്കല്ലാഹ്. പേരെന്താ പറഞ്ഞിൻ്റെ? അബ്ദുൽ മാജിദ് ഉസ്താദ്, മോഡൽ അക്കാദമി എന്നാണ് അല്ലേ? മാഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത സ്റ്റാളിലേക്ക് പോവാം. അപ്പോൾ ഇനി നമ്മൾ അടുത്ത സ്റ്റോളിൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ട്. ഇത് നമുക്ക് ഏത് സ്ഥാപനമാണ്? ഇത് ഏത് സ്ഥാപനമാണ്? സയ്യിദന്മാർ മാത്രം പഠിക്കുന്നത് സാദാത്ത് അക്കാദമി എന്ന് പറയും. മാജിൻ സാദാത്ത് അക്കാദമി. ഇതിൻ്റെ നിങ്ങൾക്ക് ഇനി എക്സ്പ്ലെയിൻ ചെയ്യാം. ഇങ്ങനെ പറഞ്ഞു കൈ ഇവിടെ നമ്മൾ അവ്വൽ ബൈത്ത് എന്നാണ് നമ്മളെ കവാടത്തിൻ്റെ പേര്. അതായത് നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് ചോദിച്ചാൽ വിവിധ കാലഘട്ടങ്ങളിൽ കഅബക്കുണ്ടായ മാറ്റങ്ങളെ കുറിച്ചിട്ടാണ്. ഇങ്ങനെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ
നമ്മൾ പ്രധാനമായിട്ട് കാണുന്ന ഈ ഒരു ഭാഗം നൂഹ് നബീൻ്റെ വെള്ളപ്പൊക്കത്തിൽ കഅബക്ക് സംഭവിച്ച ചെറിയ കേടുപാടുകളാണ്. അതിന് മുമ്പേ മനുഷ്യന്മാരെ സൃഷ്ടിച്ച 10ഓളം കഅബകൾ നമുക്ക് പറയാനുണ്ട് ഇവിടെ. ആദം നബി മുതൽ ഷീസ് നബി, ഇബ്രാഹിം നബി, അമാലി സമൂഹം, ജുർഹും ഗോത്രം അങ്ങനെ തുടങ്ങിയിട്ടുള്ള നമുക്ക് ആദ്യം അറിയാം കഅബ എന്നുള്ളത് അള്ളാഹു ആദ്യമേ അതിൻ്റെ അസിൽ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട്. പിന്നീട് ആ അസിലിനെയാണ് അസിലിൽ നിന്നാണ് അള്ളാഹു ഭൂമിയെ തന്നെ സൃഷ്ടിക്കുന്നത്. പിന്നീട് ഭൂമിയിലേക്ക് പറഞ്ഞേക്കാൻ വേണ്ടി മനുഷ്യന്മാർ അള്ളാഹു സൃഷ്ടിക്കുകയും അപ്പോൾ മലക്കുകൾ അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട്, ഈ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുന്ന ദുൽമുണ്ടാക്കുന്ന ആളുകളെയാണ് അള്ളാഹു സൃഷ്ടിക്കുന്നത്. അപ്പോൾ അള്ളാഹു ഇതിൽ കോപിക്കുകയും ഈ കോപത്തിനൊന്ന് പുറത്തു തരണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഈ ഹർഷിനെ മലായിക്കത്തുകൾ തവാഫ് ചെയ്യുന്നുണ്ട്. ഇത് കണ്ട അള്ളാഹു അവരെ തൗബ സ്വീകരിച്ച് പുറത്തു കൊടുക്കുകയും ഇങ്ങനെ ദുനിയാവിൽ ഭൂമിയിൽ മനുഷ്യർക്ക് തവാഫ് ചെയ്യാൻ ഒരിടം, ഒരു കഅബയെ നിങ്ങൾ പണിയണം എന്ന് പറഞ്ഞ് മലായിക്കത്ത് കഅബ പണിയുന്നു. ആ കഅബയാണ് പിന്നീട് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുമ്പോൾ ഹജറുൽ അസ്വദ് വെച്ച് കൊണ്ടുള്ള കഅബ പണിയാണ് നടക്കുന്നത്. പ്രധാനമായും മണ്ണ് കൊണ്ടാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബ പണിയുന്നത്. അതിനുശേഷം അവിടുത്തെ സന്താന പരമ്പരയിൽ ഷീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മണ്ണും കല്ലും കൊണ്ട് നിർമ്മിക്കുന്നുണ്ട്. ഷീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലത്താണ് മണ്ണും കല്ലും കൊണ്ട് കഅബ നിർമ്മിക്കുന്നത്. ശേഷം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ വലിയ രീതിയിലുള്ള പ്രളയം, ലോകമൊട്ടാകെ പ്രളയം സംഭവിച്ചു എന്നുള്ളത് നമുക്ക് ചരിത്രം അറിയാമല്ലോ. അങ്ങനെ ആ പ്രളയത്തിലാണ് ഈ ഷീസ് നബി ഉണ്ടാക്കി വെച്ച കഅബ നശിക്കുകയും ശേഷം ഹജറുൽ അസ്വദിനെ അള്ളാഹു ജബൽ അബി കുബൈസിൽ കൊണ്ട് സൂക്ഷിക്കുകയും ചെയ്തു. ഈ ഹജറുൽ അസ്വദിന് അള്ളാഹു ഒരു സുരക്ഷിത സ്ഥാനത്തെത്തി, ബാക്കി മൊത്തം നശിച്ചു. ആ നശിച്ചതിന് ശേഷമുള്ള കഅബയെയാണ് പിന്നീട് കുറേ ആളുകൾ തവാഫ് ചെയ്തുകൊണ്ടിരുന്നത്. ആ ഒരു ഏകദേശം ചരിത്രത്തിൽ വന്നൊരു മോഡലാണ് നമുക്കിവിടെ കാണുന്നത്. പിന്നീട് ഷാഫി ഇമാമും അതുപോലെ തന്നെ ഇമാം കസ്തല്ലാനിയും അതുപോലെ തന്നെ ഈ ഇമാം തഖിയുദ്ദീനിൽ ഫൈസിയും അവരുടെ ബൈത്തുകളാണ് നമ്മൾ ഈ കാണുന്നത്. ആ ബൈത്തിൽ ഉദ്ദേശിക്കുന്നത് ഈ 10 ഘട്ടങ്ങൾ അവർ ആ ബൈത്തിൽ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. കിതാബുകൾ അവലംബമാക്കുന്നവർക്ക് അത് വളരെ ഉപകാരപ്പെടും. പിന്നീട് ഇങ്ങനെ ഇത് നടന്നതിന് ശേഷം പിന്നീട് ഒരു കഅബ പുനർനിർമ്മാണം ചെയ്യുന്നത് മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലത്താണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കഅബ പുനർക്രമീകരിക്കണം എന്ന് പറഞ്ഞപ്പോൾ മഹാനായ ഇബ്രാഹിം നബിയും അവിടുത്തെ മകനായ ഇസ്മായിൽ നബിയും കൂടി ചേർന്നുകൊണ്ടാണ് ഇതിൻ്റെ പ്രധാന പങ്കുകാരായ 2 ആൾക്കാർ. ഇവർ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബക്കുള്ള കല്ലുകൾ കൊണ്ടെത്തിച്ചു കൊടുക്കുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബ നിർമ്മാണം മൊത്തത്തിൽ നടത്തുന്നു. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഏകദേശം ഇതിന് 4.32 മീറ്റർ ഉയരമുണ്ട്. ഈ ഉയരത്തിലേക്ക് കഅബയുടെ പടുവുകൾ പടുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ എണീച്ച് നിൽക്കാൻ വേണ്ടി ഇവിടെ ഒരു കല്ലിൽ കയറി നിൽക്കുകയാണ്. ഈ കല്ല് ലിഫ്റ്റ് പോലെ ഇങ്ങനെ ഇബ്രാഹിം നബീനെ ഉയർത്തുന്നുണ്ട്. അതാണ് പിന്നീട് ഇബ്രാഹിം മക്കാം എന്ന് പറഞ്ഞ് നമ്മുടെ കഅബയ്ക്ക് അരികിൽ കാണുന്ന സംഗതി. ഇബ്രാഹിം നബിയുടെ കഅബയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ മുകളിൽ റൂഫില്ല, നമുക്കിവിടെ ഒരു ആർച്ച് രീതി കാണാൻ പറ്റും. പിന്നെ 2 ഡോറുകൾ, കിഴക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് 2 ഡോറുകളാണ്. നേരത്തെ അബി കുബൈസിൽ ഒളിപ്പിച്ച് വെച്ച ആ ഹജറുൽ അസ്വദ് ഇബ്രാഹിം നബി അള്ളാഹുവിൻ്റെ സഹായത്തോട്, അള്ളാഹു പറഞ്ഞ ആ ഒരു സമയത്ത് ജിബ്രീൽ അലൈഹി സ്വലാമിൻ്റെ സഹായത്തോടു കൂടെ പുനഃസ്ഥാപിക്കുകയാണ്. ഇതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കഅബ. ഇപ്പോൾ നമ്മൾ 3 ഘട്ടം കഴിഞ്ഞു. 4ാമത്തെ ഒരു ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സമുദായത്തിൽപ്പെട്ട പ്രധാന സമുദായങ്ങളാണ് ജുർഹൂം ഗോത്രം, അമാലിക്ക ജനതയും. ഈ ജുർഹൂം ഗോത്രത്തിലെ പ്രധാന വിരോധികൾ ഇബ്രാഹിം നബിയുടെ ഈ കഅബയെ ഒന്ന് കേടുവരുത്തുകയും ഇത് പൂർണ്ണമായി നശിക്കുകയും ചെയ്തു. അപ്പോൾ അമാലിക്ക ജനതയാണ് കഅബ വീണ്ടും പുനർക്രമീകരിക്കുന്നത്. 4ാമത്തെ ഘട്ടമായി നമുക്ക് പറയാം. അതിനുശേഷം ജുർഹൂം ഗോത്രത്തിൽ തന്നെ നല്ല ആളുകൾ ഈ കഅബയെ വീണ്ടും പുനർക്രമീകരിക്കുന്നുണ്ട്. അങ്ങനെ 5 ഘട്ടങ്ങൾ കഴിഞ്ഞ് നമുക്കറിയാം ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാമഹന്മാരിൽപ്പെട്ട പ്രമുഖനായ കുസി ബിൻ കിലാബ് ഖുറൈശികളുടെ നേതാവായിരുന്നു. മഹാനവരുടെ കാലഘട്ടത്തിൽ ഈ ജുർഹൂം ഗോത്രം നിർമ്മിച്ച കഅബയുടെ താഴ്വാരങ്ങളിലൂടെ മഴവെള്ളം കയറിയിട്ട് ആ കഅബ തകരുകയും മഹാനവരുടെ കാലഘട്ടത്തിൽ ഇബ്രാഹിം നബി നിർമ്മിച്ച അതേ ഒരു അവസ്ഥയിലുള്ള കഅബ മഹാനവറുകൾ നിർമ്മിക്കുകയും ചെയ്തു. കൃത്യമായി പറഞ്ഞാൽ ക്രിസ്താബ്ദം 605 ഖുറൈശികൾ കഅബ നിർമ്മാണത്തിന് ഒരുങ്ങുന്നതും അവരെ കഅബ നിർമ്മാണം പൂർത്തീകരിക്കുന്നതും. അവരുടെ കഅബ നിർമ്മാണത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഹലാലായ മാർഗത്തിൽ സമ്പാദിച്ച പണം കൊണ്ട് കഅബ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവരിങ്ങനെ കഅബ നിർമ്മിച്ച് ഇവിടെ എത്തിയപ്പോൾ അവരുടെ ഹലാലായ സമ്പാദ്യം കഴിഞ്ഞുപോയി.
അതിനുശേഷം ഈ ഒരു ഭാഗത്തിൻ്റെ നമുക്ക് ആ ആർച്ച് ഉണ്ടല്ലോ, ഇബ്രാഹിം നബി ഉണ്ടാക്കിയ ആർച്ച്, അതിൻ്റെ തറ മാത്രം അവിടെ വെച്ച് ബാക്കിയാക്കുകയാണ്. ഇതാണ് പിൻകാലഘട്ടത്തിൽ ഹിജറ ഇസ്മായിൽ എന്നറിയപ്പെടുന്ന സംഗതി. പിന്നീട് അവരെ പാത്തി കൊണ്ടുവന്ന് ഇതിൻ്റെ നമുക്ക് ആ കഅബയിൽ നിന്നും വ്യത്യസ്തമായി കാണുന്ന ഒരു സംഗതി എന്ന് വിചാരിച്ചാൽ മുകളിൽ റൂഫ് വന്നിട്ടുണ്ട്, ഡോറ് കുറച്ച് പൊക്കിയിട്ടുണ്ട്. ഒരു ഡോറാണ് ഈ കഅബക്കുള്ളത്. അതിൻ്റെ പ്രധാന കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ നിധി ഉണ്ടായിരുന്നു. ഈ നിധി ആരും എടുക്കൂല എന്നുള്ളൊരു വിശ്വാസം ഖുറൈശികൾക്കിടയിൽ വ്യാപകമായിരുന്നു. ഈ വിശ്വാസത്തെ മുതലെടുത്തുകൊണ്ട് ചില കള്ളന്മാർ ഇത് ആക്രമിക്കാൻ കയറുകയും അതിനെ തടയണ എന്ന അർത്ഥത്തോളം ഇതിന് റൂഫ് വെക്കുകയും 2 വാതിലുകളിൽ നിന്ന് ചുരുങ്ങി ഒരു വാതിലായി കഅബക്ക് കുറച്ച് താഴ്വാരത്തായിരുന്നു നേരത്തെ വാതിൽ കണ്ട, അതിൽ നിന്ന് കുറച്ച് ഉയർന്ന് സേഫ്റ്റിയുള്ള വാതിലാക്കി. ഇവിടെ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഈ ഹജറുൽ അസ്വദ് കുറച്ച് ഭാഗങ്ങളായിട്ടാണ്, അതായത് ഒരുപാട് ഗോത്രവർഗ്ഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിടികൂടി കട്ടുകൊണ്ട് പോയിട്ടൊക്കെ നമുക്ക് ശേഷിക്കുന്ന കുറച്ച് 7ഓളം കഷ്ണങ്ങൾ മാത്രമാണ് ബാക്കിയായത്. ഇവിടെ എത്തുമ്പോൾ നമുക്കിത് കറുത്തിട്ടുമുണ്ട്. ഈ കറുത്തതിൻ്റെ ചരിത്രം ചോദിക്കുകയാണെങ്കിൽ ഒരുപാട് കാലഘട്ടങ്ങളിൽ ഈ ഖുറൈശികളുടെ കയ്യിലാണ്, മക്ക മുശ്രിക്കുകളുടെ കയ്യിലാണ് കഅബ ഉണ്ടായിരുന്നത്. അവർ പിടിച്ച് ചുംബിച്ചിട്ട് കറുത്തതാണെന്ന് പല അഭിപ്രായങ്ങളുണ്ട്. അതുപോലെ തന്നെ എല്ലാ മുഅ്മിനീങ്ങൾ തന്നെ അവരെ പാപങ്ങൾ കൊണ്ട് പിടിച്ച് കറുത്തതാണെന്ന് വേറൊരു അഭിപ്രായമുണ്ട്. ഈ കഅബക്ക് ഒരു കാലഘട്ടത്തിൽ തീ പിടിക്കുന്നുണ്ട്. ഈ തീ പിടിച്ച് ഈ കഅബ മൊത്തം നശിക്കുകയും ശേഷം വരുന്ന അബ്ദുല്ലാഹ് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിലാണ് ഈ കഅബ പുനർക്രമീകരിക്കുന്നത്. അബ്ദുല്ലാഹ് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രധാന താല്പര്യം എന്താണെന്ന് വിചാരിച്ചാൽ ഇബ്രാഹിം നബി ഏത് രീതിയിൽ കഅബ നിർവഹിച്ചോ അത് ഡെലിവറി ചെയ്യുക എന്നുള്ളതായിരുന്നു. അതിന് മഹാനവറുകൾ പൂർണ്ണമായി ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും ആ ഒരു ആർച്ച് രൂപതയും വന്നിട്ടില്ല. ഇവിടെ നമുക്ക് ഈ ഹൈജർ ഇസ്മായിൽ എന്ന് പറഞ്ഞ സംഗതി ഇതിൻ്റെ ഉള്ളിൽ വരും. ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് കുറച്ച് വീതി കൂട്ടിയിട്ടാണ് മഹാനവറുകൾ കഅബ പണിതിട്ടുള്ളത്. കുറച്ച് നീളം കൂട്ടിയിട്ടുണ്ട്, കില്ല വന്നിട്ടുണ്ട് പകുതിയോളം. പിന്നെ മഹാനവറുകൾ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ ഒരു ഡോറായിരുന്നു, ഇവിടെ 2 ഡോറിലേക്ക് ആക്കി മാറ്റിയിട്ടുണ്ട്. ഇതാണ് അബ്ദുല്ലാഹ് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ മാറ്റങ്ങൾ എന്ന് പറഞ്ഞത്. അതാണ് റസൂലുള്ളാഹിക്ക് കൂടുതൽ താല്പര്യപ്പെട്ട കഅബ. ഇതാണ് ഹിജർ ഇസ്മായിലും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള കഅബ. പിന്നീട് മഹാനായ ഹജ്ജാജ് ബിൻ യൂസുഫിൻ്റെ കാലത്താണ് പിന്നീട് ഒരു കഅബ പണിയുന്നത്. ഹജ്ജാജ് ബിൻ യൂസുഫിനെ ആശ്രയിച്ച മക്ക മുശ്രിക്കുകൾ ഏത് രീതിയിൽ ചെയ്തോ ആ രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ്. ഹിജർ ഇസ്മായിൽ പുറത്ത് വന്നു, കഅബയുടെ ഡോർ ഒന്നായി. അങ്ങനെ ഖുറൈശികൾ ഏത് രീതിയിലാണോ ചെയ്തത് ആ രീതിയിലേക്ക് ഹജ്ജാജ് ബിൻ യൂസുഫ് ചെയ്തു എന്നുള്ളതാണ്. ഈ കല്ലുകൾക്ക് ഏകദേശം കൂവത്ത് വളരെ ശക്തി വളരെ കുറവായിരുന്നു. അതായത് അധിക കാലം നീളാൻ പറ്റുന്ന ഒരു കല്ലായിരുന്നില്ല ഹജ്ജാജ് ബിൻ യൂസുഫിൻ്റെ കാലത്തെ കഅബക്കുണ്ടായിരുന്നത്. ആയതുകൊണ്ട് തന്നെ ഈ കഅബ പെട്ടെന്ന് പൊളിയും എന്ന സാധ്യതകൾ കണ്ട് ഇതിനെ പൊളിക്കുകയും സുൽത്താൻ മുറാദ് 4 എന്ന് പറയുന്ന മഹാനവറുകളാണ് ഈ വലിയ നല്ല രീതിയിലുള്ള കല്ലുകൾ വെച്ചിട്ടുള്ള പുതിയൊരു കഅബക്ക് സംരംഭം കൊടുക്കുന്നത്. ആ കഅബക്ക് നമ്മൾ ഈ കഅബയിൽ നിന്ന് മനസ്സിലാവും കുറച്ച് ഹൈറ്റ് കൂടുതലാണ്. ഈ കഅബയാണ് പിന്നീടുള്ള നമ്മുടെ ഇന്ന് എത്തി നിൽക്കുന്ന കഅബകളിലേക്ക് കഅബ വരെയുള്ള കഅബ. അതായത് ചെറിയ ചെറിയ മാറ്റങ്ങളാണ് അതിന് സംഭവിച്ചിട്ടുള്ളൂ. കിസ്വയിൽ വരുന്ന മാറ്റം അതേ കല്ലാണ്, വേറെ പൊളിച്ചു മാറ്റമൊന്നും ചെയ്തിട്ടില്ല. അതിൽ അപ്ഡേറ്റ്സ് വരുത്തിയിട്ടാണ് നമ്മൾ ഇന്ന് നിലനിൽക്കുന്ന കഅബയിലേക്ക്. അതായത് ഇപ്പോൾ നമ്മൾ വന്നത് 10 സെക്ഷൻ കഴിഞ്ഞു. അങ്ങനെ നമുക്ക് ഇൻഷാ അല്ലാഹ് ഇനി 11ാമത്തെ ഒരു സെക്ഷനിലേക്ക് നമുക്ക് പോകാം. ഇവിടെ നമ്മൾ 11ാമത്തെ സെക്ഷനാണ് ഈ കഅബ. നിലവിൽ എത്തി നിൽക്കുന്ന നമ്മുടെ കഅബയുടെ അതേ രൂപമാണ്. ഇത് ഏകദേശം ഫഹദ് രാജാവിൻ്റെ 1992 കാലങ്ങളിലാണ് ഇത്തരത്തിലുള്ളൊരു കഅബ ഈ ഫഹദ് രാജാവ് രൂപീകരിക്കുന്നത്. ഈ കഅബയുടെ പ്രത്യേകത നമ്മൾ നോക്കിയാൽ മൊത്തം ഗോൾഡ് വർക്കുകൾ കൊണ്ട് നിറഞ്ഞ് ബ്ലാക്ക് കിസ്വ, അതായത് അടിവരെ എത്തുന്ന രൂപത്തിൽ നമ്മൾ കണ്ട കഅബകളിലെല്ലാം പകുതി കിസ്വകളാണ് കണ്ടത്. ഇത് ഏകദേശം ഫുള്ളായി കവർ ചെയ്യുന്നതാണ്. പിന്നീട് അതുപോലെ തന്നെ വാതിലിൻ്റെ വർക്കുകളൊക്കെ ഗോൾഡായിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഈ ഒരു ഭാഗം പലരും നമ്മൾ ആലിമീങ്ങളല്ല മുത്തല്ലിങ്ങളും ഒഴിച്ച് സാധാരണ അവാമുന്നാസിൻ്റെ ഇടയിൽ ഈ ഒരു സംഗതി ഹജറുൽ അസ്വദ് എന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. ഈ ബ്ലാക്ക് ഹജറുൽ അസ്വദ് എന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് രണ്ടും ഹജറുൽ അസ്വദ് അല്ല, ഇതൊരു വെള്ളിയാണ്. ഈ ബ്ലാക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം. ഏകദേശം നമ്മൾ നെറ്റിലൊക്കെ അവൈലബിൾ ആണ്. 7 മണിക്കൂറോളം ദൈർഘ്യമുണ്ട് ഈ ഫോട്ടോ എടുക്കാൻ. ഈ ഫോട്ടോഗ്രാഫർ ശ്രമിച്ചിട്ട് എടുത്ത ഒരു ഫോട്ടോയാണ്. നിലവിൽ ഏറ്റവും കൂടുതൽ മെഗാപിക്സൽ എടുത്തൊരു ഫോട്ടോ കൂടെയാണിത്. ഈ ഫോട്ടോയിൽ നമുക്ക് കൃത്യമായി 7 ഭാഗങ്ങൾ കാണുന്നുണ്ട്. ഹജറുൽ അസ്വദിൻ്റെ 7 ഭാഗങ്ങൾ. ആ ചുവന്ന ഭാഗങ്ങൾ, ആ കറുത്ത ഭാഗങ്ങൾ ഫോട്ടോ എടുക്കുമ്പോൾ ആ ചുവന്ന ഭാഗമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ ചുവന്ന ഭാഗങ്ങൾ ആ ഹജറുൽ അസ്വദിനെ സംരക്ഷിക്കുന്ന ഒരു ഘടകം കൂടിയാണ്. യഥാർത്ഥത്തിൽ ഹജറുൽ അസ്വദ് പറയുന്ന 7 പൊട്ട് കഷ്ണങ്ങൾ മാത്രമാണുള്ളത്. പലരുടെയും തെറ്റിദ്ധാരണ അത് മൊത്തമായിട്ടുള്ളൊരു ഹജറുൽ അസ്വദ് എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ച് ഈ വാതിലിനെ കുറിച്ച് താങ്കൾ അവതരിപ്പിക്കും.
വാതിൽ എന്തിനാണ് വെച്ചത് നിങ്ങൾ അവിടുന്ന് കേട്ടിട്ടുണ്ടാവും. അതൊരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. പിന്നെ ഖുറൈശികളുടെ കാലത്ത് വാതിൽ കാബ പുതുക്കി പണിയുന്ന സമയത്ത് ഈ വാതിൽ ഹൈറ്റ് കൂട്ടുകയും അതേമാതിരി മരത്തിൻ്റെ വാതിലാക്കുകയും ചെയ്തു. പിന്നീട് സുൽത്താൻ മുറാദാണ് ഇത് വെള്ളിയാക്കി മാറ്റുന്നത്. സുൽത്താൻ മുറാദ് രാജാണ് ഇത് വെള്ളിയാക്കി മാറ്റുന്നത്. പിന്നെ ഈ ഇപ്പം നിലവിലുള്ള ഗോൾഡ് അത് ഏകദേശം 1977 ഖാലിദ് രാജാണ് ഇത് ഗോൾഡാക്കി മാറ്റുന്നത്. ഏകദേശം 280 കിലോ, അതായത് 174 കോടി രൂപയുടെ സ്വർണ്ണം ഈ വാതിലിന് മാത്രം ഉപയോഗിച്ചിട്ട് എന്നാണ് പറയുന്നത്. ഇനി അതായത് ഈ ഹാജറുൽ അസ്വദിൻ്റെയും വാതിലിൻ്റെ ഇടയിൽ വരുന്ന ഭാഗത്തിനാണ് ഏറ്റവും കൂടുതൽ ദ്വാക്ക് ഉത്തരം കിട്ടുന്ന ഇജാബത്ത് കിട്ടുന്ന സ്ഥലം എന്ന് നമുക്ക് കിതാബുകളിലൊക്കെ കാണാൻ സാധിക്കും. ഇനി വാതിലിൻ്റെ മുകളിൽ വരുന്ന ഭാഗത്തിനാണ് കില്ല എന്ന് പേര് പറയുക. അതിൽ അള്ളാഹുവിൻ്റെ നാമം ഫാത്തിഹ അതേപോലെ അവസാന കാലഘട്ടത്തിലെ രാജാക്കന്മാരുടെ നാമങ്ങളൊക്കെ ഇതിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടത്. അതേ വിഷയം തന്നെ കിസ്വയിലേക്ക് ഖുർആനിക് വചനങ്ങളാണ് ഇതിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടത്. നിലവിൽ നിങ്ങൾക്ക് മക്കത്ത് പോവുകയാണെങ്കിൽ ഈ രൂപത്തിലേക്ക് കാബ കാണാൻ സാധിക്കാം. ഇബ്രാഹിം മക്കാമിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് ഇബ്രാഹിം മക്കാമിൻ്റെ അടുത്താണ്. അപ്പോൾ ഇബ്രാഹിം മക്കാമ് പലപ്പോഴും തെറ്റിദ്ധാരണ വരാനുള്ള ഒരു സാധ്യതയുള്ളൊരു പ്ലേസും കൂടിയാണ്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന ഈ കാൽപാദം പതിഞ്ഞ ഈ കല്ലിനെയാണ് ഇബ്രാഹിം മക്കാം എന്ന് പറയുന്നത്. ഇബ്രാഹിം മക്കാം എന്ന് പേര് വരാൻ കാരണം അറബിയിൽ നിന്ന സ്ഥലത്തിന് സൂചിപ്പിക്കുന്നത് മക്കാമ് എന്നാണ്. അപ്പോൾ ഇബ്രാഹിം നബി നിന്ന സ്ഥലം എന്ന് പറയുമ്പോൾ ഇബ്രാഹിം മക്കാം, അങ്ങനെയാണ് ഇതിന് പേര് വരുന്നത്. ഇതിൻ്റെ ചരിത്ര സംഭവം നമുക്കൊക്കെ അറിയുന്നത് പോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി വസ്സലാം കഅബയുടെ പുനർനിർമ്മാണ സമയത്ത് അദ്ദേഹം കല്ലുകൾ ഇങ്ങനെ അടുക്കി വെച്ച് എത്താത്തൊരു സമയം വന്നപ്പോൾ ഈ കല്ലിൻ്റെ മുകളിൽ കയറി നിൽക്കുകയും ഇന്നത്തെ ഒരു ലിഫ്റ്റിനെ വെല്ലുന്ന രൂപത്തിൽ അന്തരീക്ഷത്തിൽ ഒന്നിൻ്റെയും സഹായമില്ലാതെ അത് ഓട്ടോമാറ്റിക്കായി പൊന്തി അതിൽ കയറി നമ്മുടെ കഅബയുടെ പുനർനിർമ്മാണം പൂർത്തീകരിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ ഒരു അടയാളം എന്നോണമാണ് ഇന്നും ആ കല്ലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ കാൽപാദങ്ങളെ പതിപ്പിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യാനുള്ളത് ഈ ഒരു കവചത്തിനെ കുറിച്ചിട്ടാണ്. ഈ കവചം ഇന്ന് മക്കയിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ രൂപത്തിലാണുള്ളത്. വർഷങ്ങൾക്ക് മുമ്പ് അബ്ബാസിയാക്കളുടെയും അതുപോലെ ഉമവിയാക്കളുടെയൊക്കെ കാലത്ത് ഈ കവചത്തിന് പകരം ഇത്രയും വലിയൊരു കവചങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഇതൊന്നും ജനങ്ങൾക്ക് തീരെ അറിവില്ലാത്തൊരു സംഗതിയാണ്. ഈ വലിയ കവചത്തിൻ്റെ ഉള്ളിലായിരുന്നു കഅബ മക്കാം ഇബ്രാഹിം സ്ഥിതി ചെയ്തിരുന്നത്. പിന്നീട് ആളുകൾക്ക് തവാഫ് ചെയ്യുമ്പോൾ പിന്നീട് ബുദ്ധിമുട്ടായപ്പോഴാണ് 1967 ഫൈസൽ ബിൻ അബ്ദുൽ അസീസ് പറഞ്ഞ രാജാവാണ് ഈ രൂപത്തിലേക്ക് ഇതിനെ രൂപകൽപ്പന ചെയ്യുന്നത്. അതിനുശേഷം ഇപ്പോഴും നമ്മൾ തുടർന്ന് വരുന്നത് ഇതേ രൂപമാണ്. നമ്മളിപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് എത്തി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന രൂപമാണ് ഇത്. പലരും ഇതിനെക്കുറിച്ച് തെറ്റിദ്ധരിക്കാറുണ്ട്, ഇതാണോ അവിടുത്തെ കാലിൻ്റെ അടയാളം എന്നുള്ളത്. വിരലുകളുടെ അടയാളമൊക്കെ എവിടെയെന്ന് ചോദിക്കാറുണ്ട്. ഇത് പല സമയങ്ങളിലായിട്ട് ഇതിൽ ആളുകൾ നിരന്തരം തബറുക്ക് എടുക്കുന്നത് കാരണം ഇതിൻ്റെ എഡ്ജുകൾക്ക് കോട്ടം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഒരു സിൽക്ക് കൊണ്ടുണ്ടാക്കിയ ഒരു സിൽവർ കൊണ്ടുണ്ടാക്കിയ ഒരു പ്ലേറ്റാണ്. ഈ പ്ലേറ്റ് കൊണ്ടാണ് അത് മറച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥമായ കല്ല് ഇതിൻ്റെ ഉള്ളിലുണ്ട്. അത് ഇല്ല, ഇപ്പോൾ കാണാൻ കഴിയില്ല. അപ്പോൾ ഇതാണ്. പിന്നെ നമ്മളിങ്ങനെ ഇങ്ങോട്ട് ഈ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഹിജറ ഇസ്മായിൽ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്വർണ്ണപ്പാത്തി നമുക്ക് കാണാൻ പറ്റും. ഈ സ്വർണ്ണപ്പാത്തിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇതിപ്പോൾ നിലവിലല്ല, മുൻകാലഘട്ടങ്ങളിൽ ഇതിൻ്റെ നിർമ്മാണങ്ങളൊക്കെ നടന്നത് ഇന്ത്യയിൽ നിന്ന് തേക്കുമരം എത്തിച്ചുകൊണ്ടാണ്. അത് പ്രബലമായി പറയുന്ന ഒരു പക്ഷം ആൾക്കാർ പറയുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ അത് നിലമ്പൂരിലെ തേക്ക് ഉപയോഗിച്ചിട്ടാണ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് ഡയറക്റ്റ് പോകുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റൗള ഷരീഫിലേക്കാണ്. നമുക്കിവിടെ അറിയാം, ചില ഗാനങ്ങളിലൊക്കെ മദ്ഹ് ഗാനങ്ങളിലൊക്കെ നമുക്ക് കേൾക്കും ഖിബിലത്തുൽ ഖിബില എന്ന്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇതിൻ്റെ ഡയറക്ഷൻ നേരെ പോകുന്നത് മദീനയിലേക്കാണ് എന്നുള്ളതാണ്, മദീനയിലെ റൗള ഷരീഫിലേക്കാണ് എന്നുള്ളതാണ്. ഇതിൽ നിന്ന് വരുന്ന വള്ളത്തിന് വളരെയധികം ഷറഫുണ്ട് എന്നും കിതാബുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. മഹാനായ അബ്ദുൽ മുത്തലിബ് മക്കയിലേക്ക് വരുന്ന ഉംറ ഹജ്ജ് തീർത്ഥാടകരെ സംസം വെള്ളം കൊടുത്ത് സ്വീകരിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. അതേപോലെ ഇവിടെ വരുന്ന പ്രേക്ഷകരെയും നമ്മൾ സംസം വെള്ളം കൊടുത്ത് സ്വീകരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. നിങ്ങളത് കുടിക്കണം. ഇവിടെ നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കഅബയുടെ കില്ലകൾ നമുക്ക് ഈ ഒരു എക്സ്പോ ഹറമൈൻ എക്സ്പോ മഅദിൻ സംഘടിപ്പിക്കുന്ന ഹറമൈൻ എക്സ്പോയിൽ അതുകൂടി കാണാനുള്ളൊരു സുവർണാവസരം നൽകുകയാണ്. മഹാനായ മഅദിൻ അക്കാദമി ചെയർമാൻ ബദറുസ് സാദാത്ത് സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾ 10 കൊല്ലം മുമ്പ് അറബ് രാജ്യങ്ങൾ സന്ദർശിച്ചപ്പോൾ അവിടുത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ മഹാനായ ഷെയ്ഖുനക്ക് നൽകിയ സമ്മാനമാണ് ഈ യഥാർത്ഥത്തിൽ ഒരു കൊല്ലത്തോളം കഅബയുടെ മേലിൽ
ചാരി നിന്ന കില്ലയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് മുഴുവനായിട്ട് സ്വർണം കൊണ്ട് ഗോൾഡാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സെൻറ്ററിൽ വരുന്നത് വെള്ളിയാണ്. ഇതിൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നത് ഏകദേശം 200ഓളം ആളുകളുടെ തൊഴിലാളികളുടെ കഠിനാധ്വാനമാണ് ഇതിൻ്റെ വർക്കുകൾ. ഇതിൻ്റെ ഒരു മെഷീൻ വർക്കല്ല, ഇത് കൈകൊണ്ട് തുന്നി, നമുക്കിവിടെ ചിത്രങ്ങളിൽ നോക്കിയാൽ മനസ്സിലാകും, കൈകൊണ്ട് തുന്നിയിട്ടാണ് ഇതിൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നത്. അതുപോലെ തന്നെ പല കാലഘട്ടങ്ങളിലും കിസ്വക്ക്, അതായത് നമ്മൾ പറഞ്ഞല്ലോ ഈ ഒരു 10ാമത്തെ ഘട്ടം എത്തുന്നതിന് മുമ്പ് ഫുള്ളും ചുവപ്പ്, പച്ച, അങ്ങനെ പല നിറങ്ങളും കഅബയിലെ കില്ലകളിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഈ ഒരു എല്ലാവരും ആകാംക്ഷിച്ച് കാത്തു നിൽക്കുന്ന, എല്ലാവർക്കും ആകാംക്ഷയുള്ളൊരു കാര്യം അതെന്താണെന്ന് വിചാരിച്ചാൽ കഅബയുടെ ഉള്ളിൽ എങ്ങനെയാവുന്നത് പലരും പുറം മാത്രമാണ് കണ്ടിട്ടുള്ളത്. ഉള്ളിൽ 3 തൂണുകളാണ് പ്രധാനമായിട്ടുള്ളത്. അത് പല കാലഘട്ടങ്ങളിൽ 6 തൂണൊക്കെ ഉണ്ടായ ഒരു ചരിത്രങ്ങളുണ്ട്. ഏകദേശം ഇന്ന് നിലവിൽ 3 തൂണുകളാണുള്ളത്. ഇതിൽ ഇവിടെ നമ്മൾ കാണാൻ കഴിയുന്ന ഈ ഒരു ഭാഗം കഅബ ചതുരാണ്. അതിൻ്റെ ഇടയിൽ ഈ ഒരു ഭാഗം കാണുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ അത് മുകളിലേക്കുള്ള സ്റ്റെയർ കേസാണ്. കഅബയുടെ കില്ല മാറ്റാനും ആവശ്യങ്ങൾക്കൊക്കെ മുകളിലേക്ക് കയറാനുള്ള സ്റ്റെയർ കേസാണ്. ഇവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിച്ചു എന്ന് പറയുന്നത്. ഈ കവാടത്തെ ബാബു തൗബ എന്ന് അറിയപ്പെടാറുണ്ട്. ഇത്രയാണ് നമ്മൾ ഇവിടെ ഉള്ളത്. ഇനി ഇൻഷാ അല്ലാഹ് വിവിധ രൂപത്തിൽ നമുക്ക് കിബില എങ്ങനെ കണ്ടെത്താം, പണ്ടത്തെ കാലത്തും ഇപ്പോഴത്തെ കാലത്തുള്ള വിവിധ രൂപങ്ങളാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് വടക്ക് നോക്കി യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ കിബില കണ്ടെത്താം എന്നുള്ളതാണ്. നമുക്കറിയാം നമ്മളെ കിബില എന്നുള്ളത് പടിഞ്ഞാറ് നിന്ന് ഏകദേശം 21 ഡിഗ്രി വടക്കോട്ട് തെറ്റുമ്പോഴാണ് നമ്മളെ കിബില കറക്റ്റ് വരാം. നമുക്ക് ഇതിലെങ്ങനെ നോക്കാമെന്ന് നോക്കാം. 270 നമ്മളെ പടിഞ്ഞാറ് കറക്റ്റ് വരുന്നത്. അതിൽ നിന്ന് 21 ഡിഗ്രി വടക്കോട്ട് തെറ്റുമ്പോൾ 291 നമ്മളെ കിബില വരാം. അതുപോലെ തന്നെ പണ്ട് ഉപയോഗിച്ചിരുന്ന ഒരു രൂപമാണ് ദാഇറത്തുൽ ഹിന്ദിയ എന്ന് പറയും. നമ്മളെ കിബില കണ്ടെത്താൻ ഉപയോഗിച്ചിരുന്ന ഒരു ഇതാണ് ദാഇറത്തുൽ ഹിന്ദിയ. അതായത് നിഴലിൽ നോക്കിയിട്ടാണ് ഇത് കണ്ടെത്തുക. അതുപോലെ തന്നെ റുബുൽ മുജയ്യബ് എന്നാണ് ഇതിന് പറയുക. ഇത് നമ്മളെ കിബില കണ്ടെത്താൻ ഉപയോഗിക്കുന്ന സംഭവമാണ്. അതുപോലെ തന്നെ പണ്ടത്തെ നമ്മളെ കാൽക്കുലേറ്ററിന് പകരം ഉപയോഗിച്ചിരുന്ന സംഭവം കൂടിയാണ്. പിന്നെ ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ കിബില കണ്ടെത്താം എന്നുള്ള ഇക്വേഷനാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ പണ്ട് കാലത്ത് ആളുകൾ നക്ഷത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും കിബില കണ്ടെത്തിയിരുന്നു. അതിൻ്റെ വിവിധ നക്ഷത്രങ്ങളാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് നമ്മളെ തർശീഹിൽ പറയുന്ന ഇമാമുമാരുടെ ഷാഫി മദ്ഹബിൻ്റെയും മാലിക്കി മദ്ഹബിൻ്റെ ഒക്കെ അഭിപ്രായങ്ങൾ നമ്മളെ ഒരു ഡയഗ്രം രൂപത്തിൽ കൊടുത്തിട്ടാണ്. ഇത് ഷാഫി മദ്ഹബിൻ്റെ അഭിപ്രായമാണ്. നമ്മൾക്കറിയാം ഐനുൽ കിബിലയിലേക്ക് തന്നെ ഷാഫി മദ്ഹബിൽ നമ്മൾ തിരിയണം. അതുപോലെ തന്നെ മാലിക്കി മദ്ഹബിൻ്റെ അഭിപ്രായമാണ് അത് നമുക്ക് ജിഹത്തുൽ കിബില മതി, ഐനുൽ കിബില വേണമെന്നില്ല. അപ്പോൾ നമുക്ക് 180 ഡിഗ്രി തിരിയാൻ പറ്റും. അതുപോലെ തന്നെ വിവിധ ഐനുൽ കിബില എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ കിബിലയിലേക്ക് തന്നെ നമ്മൾ തിരിയണം. ആ ഭാഗം മതി. ആ കിബിലുള്ള നമ്മൾ ഇത് ഐനുൽ കിബിലയാണ്. ഇതിൽ നമുക്ക് 90 ഡിഗ്രി ഇങ്ങോട്ടും നിസ്കരിക്കാം, അതിന് കുഴപ്പമില്ല. ലാസ്റ്റായിട്ട് നമ്മൾ ഈ ഫ്ലെക്സിൽ തയ്യാറാക്കിയത് ഇവിടെ നമ്മൾ ഈ കഅബൻ്റെ ഈ ഒരു സെക്ഷൻ മൊത്തം അവതരിപ്പിച്ചത് അഹ്ലു ബൈത്താണ്, സാദാത്യങ്ങളാണ്. അവർ മാത്രം നിർമ്മിച്ച ഒരു ആപ്പാണ് സബീഹുൽ ഫലാഹ് എന്ന് പറയുന്നത്. അതായത് കിതാബ് അവലംബമാക്കി അറബി, മലയാളം, ഇംഗ്ലീഷ് എന്നുള്ള രീതിയിൽ ഈ നിർമ്മിച്ച ആപ്പാണ്. എക്സ്പെഷ്യലി അദ്കാറുൽ ഹജ്ജ് വൽ ഉംറ, ഹജ്ജ് ഉംറയുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും, ഉംറയിൽ ഓരോ ഘട്ടങ്ങൾ, കഅബയുടെ ഏത് ഭാഗങ്ങളിൽ വെല്ലുമ്പോൾ ചെല്ലേണ്ട ദിക്റുകളൊക്കെ കിതാബ് അവലംബമാക്കിയിട്ടുള്ള ഒരു ആപ്പാണ്. ഇത് മൊത്തം ഇതിൻ്റെ വർക്കുകൾ മൊത്തം സെയ്തന്മാരാണ് ഇതിൻ്റെ പിന്നിൽ. എല്ലാ ആപ്പും മുഴുവൻ സെയ്തന്മാരാണ്. ഇത് ഈ പ്ലേ സ്റ്റോറിലും അതേപോലെ തന്നെ ആപ്പ് സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ്. QR കോഡ് സ്കാൻ ചെയ്താൽ ഇൻഷാ അല്ലാഹ് ഇവിടെ വന്നത് സന്തോഷം. ഇൻഷാ അല്ലാഹ് അപ്പോൾ കാണാം. നമ്മൾ 3 സ്റ്റാളുകൾ കണ്ടു കഴിഞ്ഞു. ഇനി 4ാമത്തെ സ്റ്റാളിലേക്കാണ്. ഇത് ഏത് സ്ഥാപനം നടത്തുന്നത് നമുക്ക് ആദ്യം ചോദിച്ചു നോക്കാം. ദഅവ എജു പാർക്ക് ദഅവയാണ്. ഉസ്താദിൻ്റെ പേരെന്താണ്? ഹസീൻ മുഹമ്മദ് മുസ്തഫ. വീട് മണ്ണാർക്കാടാണ്. ഉസ്താദാണ് നമുക്ക് ഇനി ഈ ഒരു സ്റ്റാളിനെ കുറിച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നമുക്ക് പോയോക്കാം. പ്രധാനമായും കവാടത്തിൽ തവക്കൽതു അലല്ലാ എന്നുള്ള ഒരു എഴുത്തിലൂടെയാണ് നമ്മൾ കാഴ്ചക്കാരെ സ്വീകരിക്കുന്നത്. അത് നമുക്കറിയാം, പണ്ട് കാലങ്ങളിൽ കേരളത്തിൽ നിന്ന് പുറപ്പെട്ടിരുന്ന യാത്രക്കാർ അഥവാ ഹാജിമാർ അവരെല്ലാവരും അവരുടെ യാത്രകളെ നമ്മൾ അന്വേഷിക്കുകയാണെങ്കിൽ
ഈ തവക്കൽതു അലല്ലാ എന്നുള്ള ഒരൊറ്റ നിയ്യത്തിൻ്റെ പുറത്താണ് അവർ യാത്ര പുറപ്പെട്ടിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അതിൻ്റെ ഒരു രൂപരേഖയാണ് നമ്മളുടെ തവക്കൽതു അലല്ലാ എന്നുള്ള പേരിടാൻ അല്ലെങ്കിൽ നിർദ്ദേശിക്കാൻ നമ്മൾ കാര്യം. ഇല്ല ഒരിക്കലും ഇല്ല. നടന്നിട്ടും ഇപ്പോൾ നമ്മളറിയാം നമ്മുടെ മെയിനായിട്ട് നമ്മൾ കടന്നു വരുമ്പോൾ ഫ്രണ്ടിലായിട്ട് നമ്മൾ വെച്ചിട്ടുള്ള ഒരു മാപ്പാണ്. അതായത് 3 രൂപത്തിലാണ് ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് യാത്ര പുറപ്പെട്ടിരുന്നത് ഹാജിമാർ. അതായത് നമ്മുടെ പാകിസ്ഥാൻ, ഇറാൻ, ഇറാഖ്, കുവൈത്ത് എന്നിട്ട് സൗദി അറേബ്യ എത്തുന്ന രൂപത്തിലുള്ള 4 രാജ്യങ്ങളെ കടന്നുകൊണ്ടുള്ളൊരു യാത്ര നടന്നുകൊണ്ട് 8600 കിലോമീറ്ററാണ് ഇത് മുഴുവനായിട്ടും വരുന്നത്. ഇപ്പോൾ നമ്മളൊരു ദിവസം 34 കിലോമീറ്റർ നടക്കാൻ തയ്യാറാണെങ്കിൽ 6.5 മാസം കൊണ്ട് നമുക്ക് ഇത് കവർ ചെയ്തെടുക്കാവുന്നതാണ്. പിന്നീട് മറ്റൊരു റൂട്ട് മാപ്പ് നമ്മൾ കാലഘട്ടത്തിനനുസരിച്ച് ഞാൻ പറയാം. പിന്നീട് വരുന്നത് കപ്പൽ മാർഗ്ഗമാണ്. കപ്പൽ മാർഗ്ഗം നമ്മൾ അന്വേഷിക്കുമ്പോൾ സൂറത്ത് അഥവാ ബാബു മക്ക എന്ന പേരിൽ അറിയപ്പെടുന്ന സൂറത്ത്, അവിടെ നിന്ന് 1500-700 കാലഘട്ടത്തിൽ മുഗൾ രാജവംശത്തിൻ്റെ കാലഘട്ടത്തിൽ സഞ്ചരിച്ചിരുന്നു അല്ലെങ്കിൽ ഹജ്ജിന് വേണ്ടി സഞ്ചരിച്ചിരുന്നു എന്നുള്ള ചരിത്രങ്ങൾ കാണാം. പിന്നീട് മുംബൈ പോർട്ട് 1927 ഗവൺമെൻറ് അംഗീകാരത്തോടു കൂടെ മുഗൾ ലൈൻ എന്ന പ്രൈവറ്റ് കമ്പനിയുമായി ബന്ധപ്പെട്ട് അവർ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു യാത്ര, ഹജ്ജ് യാത്ര ഇവിടെ വരുന്നത്. അപ്പോൾ അത് വരുന്ന ആ റൂട്ട് 2400 കിലോമീറ്ററാണ് നമുക്ക് കാണാം. തുടക്ക കാലഘട്ടത്തിൽ അഥവാ 1930-കൾക്ക് മുമ്പ് യമനിലെ അദൻ എന്ന് പറയുന്ന പോർട്ടിലിറങ്ങി അവിടെ നിന്ന് നടക്കുന്ന ഒരു രൂപമാണ് ഉണ്ടായിരുന്നത്. മക്കയിലേക്ക് നടക്കുന്ന ഒരു രൂപമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് കാലം ഇങ്ങോട്ട് സഞ്ചരിച്ചപ്പോൾ 1930-കൾക്ക് ശേഷം റെഡ് സീയിലേക്ക് കടന്ന് അവിടെ നിന്ന് നേരെ ജിദ്ദ പോർട്ടിലിറങ്ങി 100 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് കഅബ നിൽക്കുന്നത്. അങ്ങോട്ടുള്ള നടത്തമാണ് രണ്ടാമത് വന്ന ഒരു കാലഘട്ടത്തിലെ മാറ്റം. നമുക്കിവിടെ കാണാം, കേരളത്തിൽ നിന്ന് പുറപ്പെടുന്ന ഒരാൾക്ക് 3 ദിവസത്തിലെ യാത്രയാണ് ബോംബെയിലേക്കുള്ളത്, പഴയ ബോംബെയിലേക്കുള്ളത്. അവിടെ സാബ് സിദ്ദീഖ് പണിത് വെച്ച മുസാഫിർ ഖാനയിൽ താമസിക്കേണ്ടതായി വരും. കാരണം അവിടെയാണ് പേപ്പർ പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ വരുന്നത്. അവിടെ താമസിച്ചതിന് ശേഷം തലേ ദിവസം തന്നെ കപ്പൽ അവിടെ പോർട്ടിൽ വന്ന് കിടപ്പുണ്ടാവും. അതിൽ കയറി യാത്രകൾ പുറപ്പെടുകയാണ്. 1976-ലും 75-ലൊക്കെ യാത്ര ചെയ്ത ആളുകൾ നമ്മൾ നേരിട്ട് പറഞ്ഞത് കപ്പലെടുക്കുന്നതിന് മുമ്പ് തന്നെ വഫാത്തായി പോകുന്ന ഹാജിമാരുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ യാത്രാമധ്യ വഫാത്താകുന്ന ഹാജിമാരെ ഒരു കോൺക്രീറ്റിൻ്റെയും അതുപോലെ തന്നെ മരത്തിൻ്റെയും ഒക്കെ ഏണി പോലത്തെ ഒരു പ്രത്യേക സാധനം കൊണ്ട് അത് കടലിലേക്ക് ഇറക്കുകയും അതിന്മേൽ ഒരു പെട്ടി വെച്ച് മയ്യത്തിനെ അതിന്മേൽ കിടത്തി അടിയിലേക്ക് പതിയെ ഇറക്കുകയും പിന്നീട് അതിൻ്റെ അടപ്പ് തുറന്ന് മയ്യത്തിനെ മെല്ലെ കടലിലേക്ക് ഇടുകയുമാണ് ചെയ്യുന്നത്. ഇവിടെ ഈ രൂപത്തിൽ നമുക്ക് ഈ പേപ്പറിലുള്ളത് നിങ്ങൾ ഹാജിയാകാൻ പോകുന്നു എന്നുള്ള ഒരു ടൈറ്റിൽ നമുക്ക് കാണാം. അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു വർഷം കൊണ്ട് നിങ്ങൾ 1100 രൂപ സമ്പാദിക്കാൻ അല്ലെങ്കിൽ എടുത്തു വെക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഒരു വർഷം കൊണ്ട് നിങ്ങൾക്ക് സർക്കാർ പദ്ധതി വഴി ഹജ്ജിന് പോകാൻ കഴിയുന്നതാണ് എന്നുള്ളതാണ്. അത് നമ്മുടെ ഒരു പ്ലാനാണ്. അതായത് 6.5 ലക്ഷം ഉപയോഗിച്ചാണ് കഴിഞ്ഞ വർഷം ഹജ്ജ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ സ്വകാര്യ ഗ്രൂപ്പ് വഴിയാണെങ്കിൽ നിങ്ങളൊരു ദിവസം 1920 രൂപ നിങ്ങൾ മാറ്റിവെക്കുകയാണെങ്കിൽ ഒരു വർഷ കാലയളവിൽ നിങ്ങൾക്ക് മക്കത്ത് ഹജ്ജിന് വേണ്ടി എത്താം എന്നുള്ളതാണ് നമ്മുടെ ഒരു കണക്ക്. നമ്മുടെ ഈ സ്റ്റാളിൽ ഇറങ്ങി പോകുന്നവർക്ക് പ്രധാനമായിട്ടും നിങ്ങളൊരു ഹാജിയായി പോവുകയാണ്, ഇനി നടക്കാനാണ് എനിക്ക് ഉദ്ദേശമെങ്കിൽ അതിനുള്ള ഒരു പ്രത്യേക പ്ലാനിങ്ങുകളും മറ്റു കാര്യങ്ങളും എല്ലാം അതവിടെ തയ്യാറായിട്ടുണ്ട്. അതുപോലെ തന്നെ അതിലുള്ള ചിലവുകൾ, യാത്രാ ചിലവുകൾ അടക്കം നമ്മുടെ സ്റ്റാളുകൾ കാഴ്ചക്കാർക്ക് നിർദ്ദേശിച്ച് നൽകുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ സ്റ്റാളിൻ്റെ പ്രത്യേകത എന്നെടുത്ത് പറയുകയാണ്. ഇവിടെ നമുക്കറിയാം നമ്മുടെ ഈ ചരിത്രം പറഞ്ഞതിൻ്റെ ഗ്രാഫുകൾ, ഫോട്ടോഗ്രാഫ്സാണ് ഇവിടെ നിൽക്കുന്നത്. നമുക്ക് ഇവിടെ നമ്മുടെ കേരളക്കാർ മുംബൈ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ടാണ് ഇറങ്ങുക. 1930-കളിലെ റെയിൽവേ സ്റ്റേഷൻ്റെ ഫോട്ടോ ആണ്. പിന്നീട് അവിടെ നിന്ന് മുസാഫിർ ഖാനയിൽ നിന്ന് പോർട്ടിലേക്കും സഞ്ചരിക്കുന്ന ആളുകൾ പ്രധാനമായും അവലംബിച്ചിരുന്നത് കാളവണ്ടികളാണ്. അപ്പോൾ ഈ 1930-ലെ കാളവണ്ടികളുടെ ഒരു ഫോട്ടോ മുസാഫിർ ഖാനയുടെയും ഒരു ഫോട്ടോ ആണത്. പിന്നീട് ഇന്ത്യൻ ഗവൺമെൻറ്റും അതുപോലെ തന്നെ പാകിസ്ഥാൻ ഗവൺമെൻറ്റും ഇത്തരം ഹാജിമാർക്ക് വേണ്ടി അവിടെ ഉപയോഗിക്കാൻ കറൻസികൾ ഇറക്കിയിരുന്നു. അതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇത്. പിന്നീട് മറ്റെവിടെയും നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത ഒരു കാര്യമാണ്. അതായത് നമ്മുടെ ഗാർഡ് ഓഫ് ഹോണർ എന്നുള്ള ഒരു പ്രത്യേക നമ്മുടെ ഒരു ആദരവ് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യൻ ഹാജിമാർക്ക് നൽകിയതിൻ്റെ ഒരു ഫോട്ടോഗ്രാഫാണ്. അതുപോലെ തന്നെ 79-ൽ കഅബ ആക്രമിക്കപ്പെട്ട ഒരു വാർത്തയുടെ തൊട്ട് സൈഡിലായി കാണാം 2ാം ഹജ്ജ് കപ്പൽ തിരിച്ചെത്തി എന്നുള്ളൊരു വാർത്ത.
അതുപോലെ തന്നെ മറ്റ് ഹാജിമാർ കപ്പലിൽ നിന്ന് ഇറങ്ങുന്നതിൻ്റെയും മറ്റ് പാസ്പോർട്ടിൻ്റെയും, അന്ന് പാസ്പോർട്ട് വിസ എന്നുള്ള സംവിധാനമില്ല, 89-ലെ പിൽഗ്രിം പാസ് കാണാം, അതുപോലെ തന്നെ ഹജ്ജ് കാർഡ് കാണാം. ഇങ്ങനെയാണ് നമ്മളിവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. ഇവിടെ ഇതൊരു സ്റ്റാൾ കാണുമ്പോൾ പലരും ഏറെ കാഴ്ചക്കാരെ വല്ലാതെ അമ്പരപ്പിക്കുന്നതും അതുപോലെ തന്നെ ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നതുമായ ഒരു സ്ഥലമാണ്, ഒരു പ്രത്യേക മൂലയാണ് ഇത്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇറാഖിലും ഇറാനിലും തൊടാതെ ഒരു നടക്കുന്ന യാത്രക്കാരനും സൗദി അറേബ്യ എത്തുക സാധ്യമല്ല. അപ്പോൾ അത്തരത്തിലുള്ള യാത്രക്കാരെ, പ്രത്യേകിച്ച് ഇന്ത്യൻ ഹാജിമാരൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇറാഖിലും ഇറാനിലുള്ള ആൾക്കാർ അവർ നമുക്ക് വേണ്ടി ഇത്തരത്തിലുള്ള മവാക്കിബുകൾ, അതായത് സത്രങ്ങൾ പണിത് വെച്ചിരുന്നു. അതിൻ്റെ ഒരു മോഡൽ രൂപം നമുക്ക് പറഞ്ഞു തന്നതിൻ്റെ ഒരടിസ്ഥാനത്തിൽ നമ്മൾ ഇങ്ങനെ സജ്ജീകരിച്ച് വെച്ചതാണ് അതിൻ്റെ മോഡൽ. ഓക്കെ, അതെ, ഒരുപാട് ഇതിൻ്റെ ഡാറ്റാസ് കാര്യങ്ങളൊക്കെ നമ്മൾ ബുക്കിൽ നിന്നും അല്ലാതെയും ശേഖരിച്ച് വെച്ച ഒരുപാട് ഡാറ്റാസ് മുകളിൽ കാണാവുന്നതാണ്. വായിക്കാൻ തയ്യാറുള്ളവരാണെങ്കിൽ, സമയമുള്ളവരാണെങ്കിൽ ഇതിലത് ഇപ്പോൾ നമ്മൾ ഈ ഭാഗത്തെത്തുമ്പോൾ നമ്മൾ മുംബൈയിലേക്ക് എത്തണമെന്ന് പറഞ്ഞു കപ്പൽ കയറണമെങ്കിൽ. അപ്പോൾ മുംബൈയിലേക്ക് എത്തണമെങ്കിൽ ഒരൊറ്റ മാർഗ്ഗേ നമ്മളൊരു 27 to 60 കാലഘട്ടങ്ങളിലുള്ളൂ. അത് മദ്രാസ് മെയിൽ എന്നുള്ള ഒരൊറ്റ ട്രെയിൻ മാത്രമേ ഉള്ളൂ. അത് കാലിക്കറ്റ് നിന്നാണ് പുറപ്പെടുന്നത്. അപ്പോൾ അവിടെ എത്തി നമുക്ക് ആശയവിനിമയം, വീട്ടിലേക്കുള്ള ആശയവിനിമയത്തിന് സാധ്യമാകുന്നത് ഒന്നിരിക്കെ ലെറ്റർ, അതുപോലെ തന്നെ പിന്നീട് ടെലിഫോൺ ബൂത്തുകൾ വന്നതുകൊണ്ട് അങ്ങനെയും സാധ്യമാകുന്നുണ്ട്. പിന്നെ ഇവിടെ കാണുന്നത് ഒരു പണ്ടത്തെ ആൾക്കാർ പറയും താമ്പാളപ്പെട്ടി എന്നൊക്കെ പറയും. അതായത് ഇതിനൊരു പ്രത്യേക കെട്ടുണ്ട്. തലേ ദിവസം വന്ന് ഹജ്ജിന് പോകുന്ന വീട്ടിൽ വന്നിട്ട് തലേ ദിവസം തന്നെ വന്നിട്ട് കെട്ടുന്നൊരു കെട്ടാണിത്. മാല് കെട്ട് എന്ന് പറയും. ഇത്തരത്തിലുള്ള കെട്ടുകൾ കെട്ടുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഷിപ്പിലെല്ലാം പെട്ടികൾ ഒരുമിച്ചിടുമ്പോൾ അതിന് പരിക്ക് പറ്റാതിരിക്കാനാണ്. ഈ കെട്ടുന്ന ആളുകൾ പ്രത്യേക ആളുകളാണെന്ന് ഞാൻ പറഞ്ഞു. അവരാരും ഇപ്പോൾ ഹയാത്തിലില്ല. അതുകൊണ്ട് അവരൊക്കെ പറഞ്ഞ് തന്നതിൻ്റെ ഒരു രൂപരേഖ നമ്മളിവിടെ തയ്യാറാക്കി വെച്ചതാണ്. യഥാർത്ഥത്തിൽ വടം കൊണ്ടാണ് കെട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മോഡലാണ് അവിടെ കാണുന്നത്. ഇത് നമ്മൾ പ്രധാനമായിട്ടും റെഫറൻസായിട്ട് സ്വീകരിച്ചതും ഇനി ഒരുപാട് റിസർച്ച് സ്റ്റുഡൻസും അതുപോലെ തന്നെ വിജ്ഞാന കുതികളൊക്കെ ഇതുവഴി വരാൻ സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ കുറച്ച് ബുക്കുകളുടെ റെഫറൻസായി വെച്ചതാണ്. ആദ്യമായിട്ട് മലയാളത്തിൽ വന്ന ഹജ്ജ് അനുഭവമാണ് ഞാൻ കണ്ട അറേബ്യ, പി മൊയ്ദ് ഹാജി എന്നവർ. അതുപോലെ തന്നെ നമ്മുടെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ അൽ ഹജ്ജ് എന്ന് പറഞ്ഞ പഠനം, അതൊരു പഠനമാണ്. ഈ പഠനം പണ്ഡിതന്മാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ ഒരു ബുക്കായിരിക്കാം ചിലപ്പോൾ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഹജ്ജ് ചെയ്ത ബുക്ക് എന്ന്. അതായത് ഈ ബുക്ക് കൊണ്ടായിരിക്കാം പല ഹാജിമാരും അങ്ങോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള പഠനത്തിൻ്റെ ബുക്കാണ്. അപ്പോൾ അതുപോലെ തന്നെ ഹജ്ജ് യാത്ര, പിന്നെ ദി സീക്രട്സ് ഓഫ് പിൽഗ്രിമേജ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിൻ്റെയാണ്. അതുപോലെ തന്നെ ഖലീലി കളക്ഷനിൽ വരുന്ന ഹാജി ആൻഡ് ദ ആർട്സ് ഓഫ് പിൽഗ്രിമേജ്, ഇതൊരു പ്രധാനപ്പെട്ട പുസ്തകമാണ്. 15 വർഷമെടുത്ത് അദ്ദേഹം എഴുതിയ പുസ്തകമാണ്. 27 ആളുകളുടെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ട്, അതുപോലെ തന്നെ വ്യത്യസ്ത നാടുകളിൽ നിന്ന് എങ്ങനെയാണ് ആളുകൾ ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടിരുന്നത്, അവരിട്ട വസ്ത്രങ്ങൾ, അവരുപയോഗിച്ചിരുന്ന എക്യുപ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ അതിൽ വളരെ വ്യക്തമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ നേരത്തെ മാപ്പിൽ കണ്ട പോലെ തന്നെ കേരളത്തിൽ നിന്നും ഒരു ലൈന് പോകുന്നുണ്ട്. അതായത് ഇന്ത്യയും അല്ലെങ്കിൽ കേരളവും അറേബ്യയും തമ്മിലുള്ള വാണിജ്യ ബന്ധം വളരെ ദൃഢമായി നിൽക്കുന്നൊരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ബേപ്പൂർ എന്ന്, അതുപോലെ തന്നെ കൊടുങ്ങല്ലൂർ, കോഴിക്കോട്, തലശ്ശേരി തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ ഹജ്ജ് ലക്ഷ്യം വെച്ചുകൊണ്ടോ അല്ലാതെയോ പുറപ്പെടുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ സ്വീകരിച്ചിരുന്ന ഒരു ചെറിയ മറ്റൊരു മാർഗ്ഗമാണ്, കപ്പലല്ലാത്തൊരു മാർഗ്ഗമാണ് ലാഞ്ചുകൾ. ഇത് ഒന്നിരിക്കെ പായക്കപ്പലിൻ്റെയും അല്ലെങ്കിൽ നമ്മുടെ വഞ്ചികളുടെയൊക്കെ ഒരു പഴയ വേർഷനാണെന്ന് പറയാം ലാഞ്ചുകൾ. ഇത്തരത്തിലുള്ള ലാഞ്ചുകളിൽ ഇത് നമ്മുടെ ടൈറ്റിലിന്, അതായത് നമ്മൾ കവാടത്തിൽ കണ്ട ടൈറ്റിലിനെ തികച്ചും അന്വർത്ഥമാക്കും വിധമുള്ള ഒരു മോഡലാണ്. അതായത് തവക്കൽതു അലല്ലാഹ് എന്നല്ലാതെ ഇതിൽ സഞ്ചരിക്കുന്ന ഒരാൾക്കും മറ്റു നിയ്യത്തുകളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. എന്തു സംഭവിക്കാമല്ലോ. പിന്നീട് നമ്മളിവിടെ വരുമ്പോൾ നമ്മൾ പറഞ്ഞു 1927 മുഗളൻ കമ്പനി ഇന്ത്യൻ ഗവൺമെൻറ്റിനോട് ചേർന്നുകൊണ്ട് മുംബൈയിൽ നിന്ന് ഇത് ആരംഭിക്കുന്നുണ്ട്, കപ്പൽ യാത്ര ആരംഭിക്കുന്നുണ്ട്. ഇവിടെ കാണാം ഒരു 7 തരത്തിലുള്ള മുഗളൻ ഷിപ്സുകളാണ്. ഇവിടെ വന്ന ഒരുപാട് ആളുകൾ കാഴ്ചക്കാർ നമ്മോട് പറഞ്ഞു, അക്ബറിലാണ് എൻ്റെ ഉപ്പ സഞ്ചരിച്ചത്, അല്ലെങ്കിൽ നൂർജഹാനിലാണ് പോയിരുന്നത്, അക്ബറിനാണ് ഏറ്റവും കൂടുതൽ ദൂരം വേഗത ഉണ്ടായിരുന്നത് എന്നുള്ളതൊക്കെ യാത്രക്കാർ നമ്മോട് ഇങ്ങോട്ട് തന്നെ അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ്. അതൊരു വലിയ സന്തോഷമാണ്. ഇതൊരു മുസഫരി എന്ന് പറയുന്ന കപ്പലിൻ്റെ ഒരു രൂപരേഖ നമ്മളിവിടെ തയ്യാറാക്കി വെച്ചതാണ്.
പ്രധാനമായിട്ടും നമ്മുടെ കേരളത്തിൽ നിന്ന് പുറപ്പെട്ട ഹജ്ജിന് വേണ്ടി പുറപ്പെട്ട കപ്പലിൽ പുറപ്പെട്ട നടന്നുകൊണ്ട് പുറപ്പെട്ട ആളുകളെ നമ്മൾ നേരിട്ട് സന്ദർശിച്ച് അവരെ ഇൻ്റർവ്യൂ ചെയ്തതിൻ്റെ വിഷ്വൽസാണ് ഇവിടെ കാണുന്നത്. ഒരുപാട് ആളുകൾ 76-ലും 75-ലും ഹാജി ഉണ്ണിൻകുട്ടി എന്നിവരൊക്കെ യാത്ര ചെയ്തതിൻ്റെ അനുഭവങ്ങൾ നമ്മൾ നേരിട്ടെടുത്ത് ഉള്ള വിഷ്വൽസാണ് ഇവിടെ കാണുന്നത്. ഇനി ഞാൻ പറഞ്ഞു, നിങ്ങൾക്കിവിടെ ഈ സ്റ്റാളിൽ കയറി ഇറങ്ങുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ യാത്ര ചെയ്യേണ്ടത്, എത്തരത്തിലാണ് അതിൻ്റെ ചിലവുകൾ കാര്യങ്ങൾ വരുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് വ്യക്തമായി അറിയാം. കാരണം ഇഫ് യു ആർ റെഡി ടു വാക്ക്, ഞങ്ങൾ പറയുകയാണ്, ഇന്ത്യ, പാകിസ്ഥാൻ, ഇറാൻ, ഇറാഖ്, കുവൈറ്റ്, സൗദി അറേബ്യ എന്നുള്ള രാജ്യങ്ങളിലൂടെ 8600 കിലോമീറ്റർ നിങ്ങൾ സഞ്ചരിക്കാൻ തയ്യാറാണെങ്കിൽ 6.5 മാസം കൊണ്ട് ഒരു ദിവസം 34 കിലോമീറ്റർ കവർ ചെയ്ത് നിങ്ങൾക്ക് അവിടെ എത്താം. ഇനിയാണെങ്കിൽ സെൽഫ് ട്രെയിൻഡ് ആയിരിക്കണം നിങ്ങൾ. അതുപോലെ തന്നെ 35-40 കിലോമീറ്റർ പെർ ഡേ നിങ്ങൾ നടക്കാൻ തയ്യാറാവണം. 8 മണിക്കൂറോളം നിങ്ങൾക്ക് ഉറക്കം വേണം, കലോറീസുള്ള ഫുഡ്സ് വേണം, മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ ഡെക്കാത്തലോണിൻ്റെ പ്രോഡക്റ്റ്സാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. കാരണം അത്തരത്തിലുള്ള ഇപ്പോൾ ഈ ഒരു സെറ്റിന് തന്നെ 50,000 അതിൻ്റെ മുകളിൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വളരെ ഭദ്രമായിട്ടും സേഫായിട്ടും നമുക്ക് യാത്ര ചെയ്യാം. അതിൻ്റെ സെക്യൂരിറ്റി നമ്മൾ കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള സാധനങ്ങൾ. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഷൂസോ അല്ലെങ്കിൽ സൂട്ട് കേസോ മറ്റു കാര്യങ്ങളൊന്നും നമുക്ക് പോരാ. അതുകൊണ്ടാണ് നമ്മളിത് പ്രിഫർ ചെയ്യുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ പ്രധാനമായും മലബാറിൽ അന്നത്തെ കാലത്ത് ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്ന ആളുകളെ വലിയ ആഘോഷങ്ങളുടെ അകമ്പടിയോടുകൂടെയും അതുപോലെ തന്നെ വലിയ ആഘോഷമായിട്ടാണ് അന്നത്തെ കാലത്ത് കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് യാത്ര ചെയ്യാൻ വലിയ വണ്ടികൾ, ഉന്നതമായ വണ്ടികൾ തന്നെ അവർ ഉപയോഗിച്ചിരുന്നു. അന്നത്തെ ഏറ്റവും മുന്തിയൊരു വണ്ടി എന്നുള്ള നിലയ്ക്ക് കാളവണ്ടിയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്കിവിടെ കാണാം, ഇതിന് മേൽക്കൂരയില്ല. അന്നത്തെ മേൽക്കൂരയില്ലാത്തൊരു കാളവണ്ടിയാണെങ്കിൽ അവർ 2 വടികൾ ഇങ്ങനെ വെക്കും. അതിന് മുകളിൽ ശീലയോ മറ്റു കാര്യങ്ങളോ ഉപയോഗിച്ച് മറിച്ചുകൊണ്ടാണ് അവർ മേൽക്കൂര ഉണ്ടാക്കിയിരുന്നത്. പിന്നീട് VK മുഹമ്മദ് കുട്ടി എന്നവരുടെ പഠനങ്ങളിലൊക്കെ നമുക്ക് കാണാം, ഒരിക്കലും ഒരു ഹാജി മലബാറിൽ നിന്ന് ഹജ്ജിന് വേണ്ടി യാത്ര പുറപ്പെടുകയാണെങ്കിൽ അടിയന്തരവും കഴിച്ച് അവർ യാത്ര പുറപ്പെടുകയുള്ളൂ. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ തവക്കൽത്ത് അതിനപ്പുറത്തേക്കില്ല ഒരു ഹാജിയുടെയും നിയ്യത്ത്. ഏതൊരു ഹാജി പുറപ്പെടുകയാണെങ്കിൽ താൻ തിരിച്ചു വരുമോ എന്നുള്ള ഒരു ഉറപ്പും കൂടിയല്ല അവർ സഞ്ചരിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ പെട്ടികളിൽ കഫൻ പുടവ നിർബന്ധമായി കാണാവുന്ന ഒന്നായിരുന്നു. അതുപോലെ തന്നെ അവരുപയോഗിച്ച വിളക്ക്, കാരണം രാത്രിയുള്ള യാത്രകളെ സുഖകരമാക്കാൻ അവർക്ക് വെളിച്ചങ്ങൾ ആവശ്യമായിരുന്നു. ഇത്തരത്തിലാണ് നമ്മുടെ സ്റ്റാള് മുഴുവനായിട്ടും ക്രമീകരിച്ചിട്ടുള്ളത്. ഉഷാറായി, നല്ല പ്രസന്റേഷൻ. അതിൻ്റെ പേരെന്തെങ്കിലും ഒന്നുകൂടെ പറഞ്ഞു? ശുക്രൻ, ജസാക്കുമുല്ലാഹ് ഖൈർ. ഇനി നമുക്ക് അടുത്ത സ്റ്റാളിലേക്ക് പോയോ. അപ്പോൾ ഇവിടെ ഏത് സ്ഥാപനമാണ് നോക്കാം? ഞങ്ങൾ മഅദിൻ്റെ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഇഷാത്ത് നിന്നാണ്. അപ്പോൾ ഇന്നിവിടെ ചെയ്ത പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ പുതിയ കാലത്ത് പഴയ കാലങ്ങളിലുള്ള മക്ക മദീന കഅബ കാര്യങ്ങളെക്കുറിച്ചുള്ള ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വന്നു. അപ്പോൾ ഈ ഒരു സ്പിരിറ്റിൽ നമ്മൾ അടുത്തതായിട്ട് കാണേണ്ടതും കേൾക്കേണ്ടതും പുതിയ കാലത്ത് ഇപ്പം ഓരോ വർഷങ്ങൾക്കനുസരിച്ച് മക്ക മദീന കാര്യങ്ങളിലുള്ള അവിടെയുള്ള പണികളും കാര്യങ്ങളും ഇതുവരെയായിട്ട് നിന്നിട്ടില്ല, കാലക്രമേണ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2030-50 വർഷങ്ങളിലെ നവീകരണ പദ്ധതികൾ പ്രകാരം ഇങ്ങനെ ഓരോ പ്രവർത്തനങ്ങളും വികസനങ്ങളും പ്ലാനുകളും ഇങ്ങനെ അവിടുത്തെ അവിടുത്തെ ഗവൺമെൻറ് കാര്യങ്ങൾ ഇങ്ങനെ പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഈ ഒരു പ്രൊജക്റ്റിന് വെച്ച പേര് എന്നുള്ളത് ദർബുന്നൂർ പാത്ത് ഓഫ് ലൈറ്റ് എന്നുള്ള ഒരു പേരാണ്. അപ്പോൾ ഇതിൽ കവാടായിട്ട് ഞങ്ങൾ സെലക്ട് ചെയ്തത് ബാബു ജിബ്രീൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിലിരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അള്ളാഹുവിൽ നിന്നുള്ള വഹി കാര്യങ്ങൾ ജിബ്രീൽ അലൈഹി സ്വലാം മുഖേന വന്നത് ഈ ഒരു കിഴക്ക് ഭാഗത്തുള്ള 40ാമത്തെ ബാബായിട്ട് വന്ന ഈ ഒരു ബാബു ജിബ്രീലിലൂടെയാണ്. അത് കാരണമായിട്ടാണ് ഞങ്ങൾ ഈ ഒരു ഡോറ് സെലക്ട് ചെയ്തത്. പിന്നെ പ്രത്യേകിച്ച് ആ ഒരു ബാബിലൂടെ എല്ലാ ആളുകൾക്കും കടന്നു പോകാനുള്ള തൗഫീക്ക് ലഭിക്കാറില്ല. കാരണം പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമേ ആ ഒരു ബാബ് തുറന്നു കൊടുക്കാറുള്ളൂ. അത് കാരണത്താൽ അതൊക്കെ നമ്മൾക്ക് ഇതിനൊക്കെ കഴിയട്ടെ എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ആ ഒരു ബാബ് സെലക്ട് ചെയ്തത്. അപ്പം ഈ ഒരു ഭാഗം ഇതാണ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മിനിയേച്ചർ. ഈ ഒരു മിനിയേച്ചർ പ്രൊജക്റ്റിൽ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തിട്ടുള്ളത് കറക്റ്റ് ഒരു ഔട്ടർ സ്കെച്ചിൽ ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഓരോന്നും ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ മുമ്പ് ഈ ഒരു ഭാഗം വരെയൊക്കെ ആയിരുന്നു മസ്ജിദുൽ ഹറം ഉണ്ടായിരുന്നത്. അപ്പം നിലവിൽ ഈ ഒരു ഭാഗം വരെ എത്തിയിട്ടുണ്ട്. 2030 വികസന പദ്ധതി പ്രകാരമാണ് ഈ ഒരു ഭാഗം വരെ ഉള്ളത്. പിന്നീട് ഉള്ള പ്ലാനിലുള്ള 2050-ലേക്കുള്ള പ്ലാൻ വരെ പുറത്തിറക്കിയിട്ടുണ്ട് ഗവൺമെൻറ്. അതിൽ പെട്ടതാണ് ഇതേ ഒരു സർക്കിളുള്ള ഭാഗം പള്ളിക്ക് ചുറ്റും, അഥവാ പള്ളി ചുറ്റും ഒരു
സർക്കിളായിട്ടുള്ള രൂപത്തിലേക്ക് മാറ്റുക എന്നുള്ള ഒരു രീതിയിലാണ് അവർ കണക്ക് കൂട്ടുന്നത്. അപ്പോൾ നമുക്കറിയാം ഏകദേശം ഇപ്പം പഴയ കാലത്തുള്ള ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ അറിഞ്ഞ് സൊഫാമറുകൾക്കിടയിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാനൊക്കെ പറഞ്ഞിട്ട് പോയാൽ ഇപ്പോഴത്തെ കാലത്ത് അത് ഒരു കഴിയാത്തൊരു കാര്യമാണ്. കാരണം കാലങ്ങൾ മാറുന്നതനുസരിച്ച് പദ്ധതികൾ വ്യത്യാസങ്ങൾ സൗകര്യങ്ങളുടെ വ്യത്യാസങ്ങളൊക്കെ കൊണ്ട് ഈ ഭാഗത്താണ് ഇപ്പം നിലവിൽ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ പഴയ പോലെ കുന്നും കാര്യങ്ങളും തപ്പി നടന്നാൽ ഇപ്പോഴത്തെ കാലത്ത് ഒക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് നമ്മൾ കാര്യങ്ങളൊക്കെ വരുന്നത്. അവിടെ നേരെ പുറത്തിറങ്ങുമ്പോൾ ഫസ്റ്റ് ബാബിനോട് പുറത്തിറങ്ങുമ്പോൾ നമ്മൾ കാണുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച ആ ഒരു സ്ഥലത്താണ്. അവിടെയാണ് ഇപ്പം നിലവിൽ അറിയപ്പെട്ടിട്ടുള്ള മക്കത്തുൽ മുക്കറമ എന്നുള്ള ആ ഒരു ബിൽഡിങ് കാര്യങ്ങളൊക്കെ വരുന്നത്. അത് ഏകദേശം ജബൽ അബി ഖുബൈസിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ടാണ്, താഴ്വാരത്തിലൊക്കെ ആയിട്ട് വരുന്നത്. ജബൽ അബി ഖുബൈസിൻ്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ തബ്ബത്ത് സൂറത്ത്, അബുലഹബിനെതിരെയുള്ള തബ്ബത്ത് സൂറത്ത് കാര്യങ്ങൾ ഇറങ്ങുന്നത്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 ദിവസം പട്ടിണിക്കിട്ട് ഇലകൾ മാത്രം ഭക്ഷിച്ച് എന്നൊക്കെ പറയുന്ന ആ ഒരു സംഭവങ്ങളൊക്കെ നടക്കുന്നത് ആ ഒരു മലയിൽ വെച്ചിട്ടാണ്. നേരെ എതിർവശത്ത് വരുന്ന പള്ളിയാണ് ജിന്നുകൾ ഉണ്ടാക്കി എന്നറിയപ്പെടുന്ന മസ്ജിദ് ജിന്ന് കാര്യങ്ങൾ. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ജന്നത്തുൽ മുഅല്ല കാര്യങ്ങൾ, ഖദീജ ബി പോലത്തെ മഹദി മഹാന്മാരുടെ പേരിലുള്ള ഒരു ജന്നത്തുൽ മുഅല്ല എന്നുള്ള ഖബർസ്ഥാനും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ മസ്ജിദ് ജിന്ന് വരുന്നത് എന്ന് പറഞ്ഞാൽ ഏകദേശം ജബൽ നൂറിൻ്റെ ഒരു താഴ്വാരങ്ങളിലും കാര്യങ്ങൾ വെച്ചിട്ടാണ്. കഅബയിലേക്കുള്ള ഭാഗത്തായിട്ട് നമുക്ക് ഹിറ ഗുഹ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അതേപോലെ ജബൽ നൂറിൻ്റെയും ബദർ നടന്ന ബദറിൻ്റെ ഇടയിലുള്ള സ്ഥലത്താണ്, ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ്, അബവാ എന്നുള്ള സ്ഥലത്ത് വെച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയ ഉമ്മ ആമിന ബീവി റളിയല്ലാഹു അൻഹ വഫാത്താകുന്നത്. ഈ ഒരു ഭാഗത്ത്, ഈ ഒരു മാർക്ക് ചെയ്ത ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് ബദർ യുദ്ധം കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇവിടെ വെച്ചിട്ടാണ് ബദർ ശുഹദാക്കളെ, ഇവിടെ വെച്ച് വഫാത്തായിട്ടുള്ള ബദർ ശുഹദാക്കളെ പേരിലാണ് ഈ ഒരു പള്ളി സ്ഥാപിക്കുന്നത്. പേര് മസ്ജിദുൽ അരീഷ് എന്നുള്ള പേരിലാണ്. നേരെ ബാക്കിൽ നമുക്ക് കാണാൻ കഴിയും ജബലു മലായിക്കൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും കുറഞ്ഞ സ്വഹാബത്തും ആ ഒരു യുദ്ധത്തിന് പോകുന്ന സമയത്ത് കൂടിയ ശത്രുക്കളിൽ നിന്ന് പോലെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മലക്കുകൾ ഇറങ്ങി എന്ന് പറയുന്ന ആ ഒരു ഭാഗമാണ് മണൽത്തിട്ടയായിട്ടുള്ള ഈ ജബലു മലായിക്കയിലാണ് ഇറങ്ങിയത്. അപ്പോൾ മണൽത്തിട്ടയ്ക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാറ്റടിക്കുന്നതനുസരിച്ച് ദിശകൾ പൊസിഷന് കാര്യങ്ങളൊക്കെ മാറുന്ന ഓരോ സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഇതിന് ശേഷം മലക്കുകൾ ഇറങ്ങിയതിന് ശേഷം ആ ഒരു മലക്ക് ഇതുവരെ ആ ഒരു കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതേപോലെ അതിൻ്റെ നേരെ ഇടത് ഭാഗത്തായിട്ട് കാണുന്ന മറ്റൊരു മലയാണ് ജബലു ഈർ എന്നുള്ള ഈ ഒരു മല. ജബലു ഈറിൻ്റെ പ്രത്യേകത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ തെക്ക് ഭാഗത്ത് നിന്നുള്ള 7 കിലോമീറ്റർ മാത്രം ദൂരമുള്ള, അതിൽ നിന്ന് 7 കിലോമീറ്റർ മാത്രം ദൂരമുള്ള തെക്ക് ഭാഗത്ത് അതിർത്തിയായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു മലയാണ് ജബലു ഈർ എന്നുള്ളത്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹദീസുകൾ പരാമർശിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്തുകൊണ്ടാണ് പറഞ്ഞത്, മക്കയെ ഇനി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിലൂടെ പരിശുദ്ധമാക്കിയതുപോലെ എന്നിലൂടെ ഇനി ഈറിൻ്റെയും മറ്റൊരു മലയുടെ ഇടയിലുള്ള ഈ സ്ഥലത്തെ എന്നിലൂടെ ഇനി പരിശുദ്ധമാക്കണമെന്ന് നബി തങ്ങൾ ദുആ ചെയ്ത ഒരു മലയും കൂടിയാണ്. അതുകൊണ്ട് ചരിത്രത്തിൽ ഏറെ പ്രാധാന്യമുള്ളൊരു മലയാണ് ജബലു ഈർ. പിന്നെ ഈ കാണുന്നതാണ് കുബ മസ്ജിദ്. ഇപ്പോൾ നിലവിൽ 5000 സ്ക്വയർ ഫീറ്റുള്ള പള്ളിയാണ്. അപ്പം ഭാവിയിലുള്ള പ്ലാനിങ് പ്രകാരം 50,000 സ്ക്വയർ ഫീറ്റിലേക്ക് നീട്ടി ഉണ്ടാക്കാനുള്ള ഓരോ പ്ലാനിങ്ങുകളും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇപ്പോൾ ഹിജറ വന്ന റൂട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ സൗർ ഗുഹയിൽ പോയി നേരെ റീം താഴ്വാരത്തിൻ്റെ ഭാഗത്തിലൂടെ വന്ന് തഖഫ് താഴ്വാരത്തിലൂടെ ഇറങ്ങി സൽമാൻ ഫാരിസി റഹിമുള്ള തങ്ങളാ കാണുന്ന ഒരു തോട്ടത്തിൻ്റെ സ്ട്രക്ചറാണ്. അവിടെ സൽമാൻ ഫാരിസി തങ്ങളെ തോട്ടത്തിൻ്റെ കാര്യങ്ങളിലും അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നതും അവിടെയുള്ള ബിയർ തലൂബിൽ വെച്ചിട്ടാണ് ഉളു എടുക്കുന്നതും വെള്ളം കുടിക്കുന്നതും. അതുകൊണ്ടാണ് ചരിത്രപ്രസിദ്ധമായിട്ടുള്ള ആ ഒരു കിണർ അവിടെ അറിയപ്പെട്ടത്. അത് കഴിഞ്ഞ് കുബാ പള്ളിയുടെ ഭാഗത്തിലൂടെ വന്ന് മുൻഭാഗത്തിൽ, അന്ന് കുബാ പള്ളി കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, അപ്പോൾ അതിൻ്റെ മുൻഭാഗത്തോടെ വന്ന് ഈ ഒരു ബിയർ ഓറസ് എന്നുള്ള ഭാഗത്തു കൂടെയാണ് വന്ന്, അതുകൊണ്ട് തന്നെയാണ് ഈ കുബാ പള്ളി ഉണ്ടാവാനുള്ള കാര്യങ്ങളിൽ പെട്ട ഒരു കാരണമാണ് ഈ ബിയർ ഓറസ് എന്നുള്ളത്. പിന്നെ ഈ ഭാഗങ്ങളിൽ കാണുന്ന മറ്റ് പള്ളികളാണ് 4 ഖലീഫമാരുടെ പേരിലുള്ള മസ്ജിദ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു, മസ്ജിദ് ഉമർ റളിയല്ലാഹു അൻഹു, മസ്ജിദ് അബൂബക്കർ റളിയല്ലാഹു അൻഹു, മസ്ജിദ് അലി റളിയല്ലാഹു അൻഹു. അപ്പോൾ ഈ 4 പള്ളികളൊക്കെ ഏകദേശം ഈ പള്ളികളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഹന്തക്കിൻ്റെ അടുത്തായിട്ട് വരുന്ന പള്ളികളാണ്. ഹന്തക്ക് എന്ന് പറഞ്ഞാൽ ഏകദേശം ജബൽ ഈറിൻ്റെ ഒക്കെ ഈ ഒരു എതിർഭാഗത്ത് പിൻഭാഗത്തൊക്കെ ആയിട്ട് വരുന്ന ഇതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്യാൻവാസിൽ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അടുപ്പിച്ചതേ ഉള്ളൂ. പിന്നെ മസ്ജിദ് ഖമാമ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പെരുന്നാൾ നിസ്കാരങ്ങൾ, അതുപോലെ ബുദ്ധിമുട്ടിൻ്റെ സമയങ്ങളിലെ നിസ്കാരങ്ങൾ, പിന്നെ മഴയെ തേടിയുള്ള നിസ്കാരങ്ങളൊക്കെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് സ്വഹാബത്ത് ഒരുമിച്ച് കൂടിയ ഒരു സ്ഥലമാണിത്. അപ്പം മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സമയത്ത് ഈ പേര് വരാനുള്ള കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും കൂടിയ സമയത്ത് മഴയെ തേടിയുള്ള നിസ്കരിക്കാൻ എന്നുള്ള നല്ല വെയിലത്ത് നിസ്കരിക്കുന്ന സമയത്ത് ഒരു കാർമേഘം തണലിട്ട് കൊടുത്തു, അല്ലെങ്കിൽ ഒരു മേഘം തണലിട്ട് കൊടുത്തു. അത് കാരണത്താൽ ഖമാമ എന്നുള്ള
പേര് വന്നത്. മേഘ എന്നുള്ള അർത്ഥമാണല്ലോ ഹമാമക്ക്, അതുകൊണ്ടാണ് ആ പേര് വന്നതെന്ന് അറിയപ്പെടുന്നത്. പിന്നെ ഈ പള്ളിയുടെ ഒരു ഔട്ടർ സ്കെച്ചാണ് ഞങ്ങൾ കൊടുത്തത്. മറ്റ് കുടകളോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഔട്ടർ സ്കെച്ചാണ് കൊടുത്തത്. മസ്ജിദുൻ നബവി അതിൻ്റെ പച്ച കുബ്ബക്ക് നേരെ താഴത്താണ് നമുക്ക് പറഞ്ഞ പോലെ റൗള കാര്യങ്ങളൊക്കെ വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പഴയ വീട് അവിടെയാണ്. നേരത്തെ പുറത്ത് പറഞ്ഞ പോലെ കിഴക്കേ ഭാഗത്തായിട്ടാണ് അന്ന് ആ ഒരു ഇതിന് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന കാരണത്തായിട്ട് ബാബു ജിബ്രീൽ എന്ന പേര് വന്നത്. അതുപോലെ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ അവിടെ അതിന് നേരെ കിഴക്കേ ഭാഗത്ത് തന്നെയായിരുന്നു ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ വീട്. അതുകൊണ്ട് ബാബു ഉസ്മാൻ എന്നുള്ള പേരുകൾ കാര്യങ്ങളൊക്കെ വന്നത്. അതിന് നേരെ മുൻഭാഗത്തായിട്ടാണ് മദീന മ്യൂസിയം, മദീന മക്തബ കാര്യങ്ങളൊക്കെ വരുന്നത്. ഇടത് ഭാഗത്തായിട്ട് ജന്നത്തുൽ ബഖീ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഈ ഭാഗത്തായിട്ട് നമ്മൾ കാണുന്ന മറ്റൊരു പള്ളിയാണ് മസ്ജിദുൽ ഖിബലത്തൈനി കാര്യങ്ങൾ. മസ്ജിദ് ഖിബലത്തൈനി എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദുൽ അഖ്സയിലേക്ക് ജൂതന്മാരുടെ കളിയാക്കലുകൾ കാര്യങ്ങൾ സഹിക്കാൻ കഴിയാതെ അള്ളാഹുവിനോട് ദുആ ചെയ്ത ശേഷം ഇങ്ങനെ 4 റക്അത്ത് നിസ്കരിക്കുമ്പോൾ 2 റക്അത്ത് ആദ്യം മസ്ജിദ് അഖ്സയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുകയും അതിൻ്റെ ഇടയിൽ 2 റക്അത്തിന് ശേഷം ആ ഒരു സമയത്ത് വഹി ലഭിക്കുകയും ശേഷം 2 റക്അത്ത് കഅബയിലേക്ക് മാറ്റി നിസ്കരിക്കുകയും ചെയ്ത കാരണത്താലാണ് ഈ ഒരു പള്ളിക്ക് മസ്ജിദ് ഖിബലത്തൈനി എന്നുള്ള പേര് വരെ വരാനുള്ള കാരണം. ഈ കാണുന്നതാണ് ഉഹുദ് മലയായിട്ട് ഞങ്ങൾ രൂപകൽപ്പന ചെയ്തത്. അപ്പോൾ ഉഹുദ് മല എന്ന് പറഞ്ഞാൽ 7 കിലോമീറ്ററോളം സ്ഥിതിയുള്ള വലിയൊരു മലയാണ്. അതിൻ്റെ താഴ്വാരത്ത് വെച്ചിട്ടാണ്, ഏകദേശം ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് ഉഹുദ് യുദ്ധങ്ങൾ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അവരുടെ സ്മരണക്കായിട്ട്, പ്രത്യേകിച്ച് ഹംസത്തുൽ ഖറ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒക്കെ സ്മരണക്കായിട്ട് ഉണ്ടാക്കിയ ഒരു പള്ളിയാണ് മസ്ജിദ് ഷുഹദ എന്ന പേരിലുള്ള ഈ ഒരു പള്ളി. അതുപോലെ അതിന് നേരെ മുൻഭാഗത്തായിട്ട് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ചെറിയൊരു മലയാണ് ജബലുർ റുമാത്ത്. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് കുറച്ച് അമ്പെയ്ത്തുകാരെ നിൽക്കാൻ ഏൽപ്പിക്കുകയും അവർ ഇറങ്ങി വരികയും അനിമത്ത സ്വത്ത് കണ്ടപ്പോൾ ഇറങ്ങി വരികയും പിന്നിലൂടെ വന്ന് ശത്രുക്കൾ ആക്രമിക്കുകയൊക്കെ ചെയ്ത ആ ഒരു മലയാണ് ജബലുർ റുമാത്ത് എന്നുള്ള മല. പിന്നെ ഇന്ന് ഏകദേശം മലകൾ കാര്യങ്ങളൊക്കെ മദീന ഭാഗത്തുള്ള മലകളൊക്കെ നികത്തിയിട്ടുണ്ട്. മദീന മക്ക ഭാഗത്തുള്ള ശേഷിപ്പുള്ള മറ്റൊരു മലയാണ് ജബലുസ് സൽഇ എന്നുള്ള ഈ ഒരു മല. പിന്നെ ഈ കാണുന്നത് ബുഖാരി ഇമാമിൻ്റെ പേരിലുള്ള ഒരു പള്ളിയാണ്. മറ്റ് അബൂദറുൽ ഗഫാരി റഹിമഹുല്ലാഹ് തങ്ങളെ അനുസ്മരണയായിട്ട് ഉണ്ടാക്കിയ ഒരു പള്ളി കൂടെയാണ്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മുടെ ഈ മാപ്പിൻ്റെ തുടക്കം വരുന്നത് ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ്. അറഫ, മുസ്ദലിഫ, മീന കാര്യങ്ങൾ പോയി ഇങ്ങനെ വന്ന് എൻഡിങ് ആണ് ഈ ഉഹുദ് ഭാഗങ്ങളിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ആളുകൾ ഈ സർക്കിൾ രൂപത്തിൽ പോയി കാണുമ്പോൾ ഉള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു രൂപത്തിൽ ചെയ്തത്. അപ്പോൾ അറഫ കാര്യങ്ങളിൽ ഇപ്പം നിലവിൽ പുതിയ മാറ്റങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഗ്രൗണ്ട് പോലത്തെ പ്രതലമായതുകൊണ്ട് മസ്ജിദ് റഹ്മ കാര്യങ്ങളൊക്കെ അവിടെയാണ് ഉള്ളത്. അത് നേരെ ഓപ്പോസിറ്റ് ഭാഗത്താണ് ജബലു സൗർ ഉള്ളത്. സൗർ ഗുഹ കാര്യങ്ങളൊക്കെ ഉള്ളത് നേരെ ഓപ്പോസിറ്റ് ഭാഗത്താണ്. അതുപോലെ മുസ്ദലിഫ കാര്യങ്ങളിൽ ബിൽഡിങ്ങുകൾ കാര്യങ്ങളൊക്കെ എണ്ണം കൊല്ലം കൂടുന്തോറും ബിൽഡിങ്ങുകൾ കാര്യങ്ങൾ എണ്ണം കൂടും. മിനൻ്റെ കാര്യത്തിലേക്ക് നോക്കിയാൽ തന്നെ ടെൻറ്റുകളായതുകൊണ്ട് കാലങ്ങളോളം ഇങ്ങനെ കാലക്രമേണ ടെൻറ്റുകൾ കാര്യങ്ങൾ എണ്ണങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിന് നേരെ മുൻഭാഗത്തായിട്ടുള്ള മറ്റൊരു മലയാണ് ജബൽ ഹന്തമ. ഇപ്പോൾ മക്കത്തുള്ള ശേഷിപ്പുള്ള കുറച്ച് മലകളിൽ പെട്ട ഒന്നാണ് ഹന്തമ, സൗർ, അതേപോലെ ജബലു റഹ്മ, ജബലു നൂറ് കാര്യങ്ങളൊക്കെ. അപ്പം ഇതിൽ ശേഷിപ്പുള്ള മലകളിൽ പെട്ട ഒന്നാണ് ജബലു ഹന്തമ എന്നുള്ളത്. അതിൻ്റെ നേരെ മുൻഭാഗത്തായിട്ട് നമുക്ക് കാണാൻ കഴിയും ജംറകളിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ 3 ബിൽഡിങ്ങുകളിലായിട്ട് ഒരു ബിൽഡിങ്ങായിട്ട് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള 3 ബിൽഡിങ്ങുകളിലായിട്ട് 4 നിലയിലുള്ള സംവിധാനങ്ങൾ, പെട്ടെന്ന് ജംറകൾ തീർത്തു പോകാനുള്ള സംവിധാനങ്ങളൊക്കെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ഒരു 7 ബിൽഡിങ്ങുകൾ കൂടിയ ഈ ഒരു കൂട്ടത്തെ പറയുന്ന പേരാണ് അബ്രജ് അൽ ബൈത്ത് എന്നുള്ള പേരിൽ. അതിൽ പെട്ട ഒന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുമ്പ് പറഞ്ഞ കഅബക്ക് നേരെ ഒരു മലയെ വിശേഷിപ്പിച്ച് പറഞ്ഞാൽ ആ മലൻ്റെ സ്ഥാനത്താണ് ഇപ്പം നിലവിൽ ഈ ഒരു ക്ലോക്ക് ടവർ കാര്യങ്ങളൊക്കെ വരുന്നത്. ലോകത്തിലെ ഉയർന്ന ബിൽഡിങ്ങുകളിൽ 3ാം സ്ഥാനത്ത് നിൽക്കുന്ന ഈ ഒരു ബിൽഡിംഗ്, പിന്നെ ഏറ്റവും വലിയ ക്ലോക്കുള്ള ഗോപുരം എന്നൊക്കെ അറിയപ്പെടുന്നതും, അതുപോലെ ഹാജിമാരുടെ ഇങ്ങനെ സമയം നോക്കി എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ബിൽഡിങ്ങൊക്കെയാണ് ഇത്. നേരെ വലത് ഭാഗത്ത് വരുന്ന മറ്റൊരു ബിൽഡിങ്ങാണ് അബ്രജ് അൽ മക്ക എന്നറിയപ്പെടുന്ന മറ്റൊരു ചെറിയ ക്ലോക്കുകൾ കാര്യങ്ങളൊക്കെ ഉള്ള ആ ഒരു ബിൽഡിങ്. മാഷാ അല്ലാ. അപ്പോൾ ഉഷാറായി. ഉസ്താദിൻ്റെ പേരെന്തേനു? മാഷാ അല്ലാ. ഉഷാദത്തിൻ്റെ വർക്കാണ് അല്ലേ, സ്കൂൾ ഓഫ് എക്സലൻസിന്. നല്ല ഉഷാറായിട്ട് ചെയ്തിട്ടുണ്ട്. മാഷാ അല്ലാ. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റാളിലേക്ക് നീങ്ങാം. ശരി, പിന്നെ നമ്മൾ അടുത്ത സ്ഥലത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത് ലിറ്റിൽ ഹാജി എന്നാണ് ഇതിൻ്റെ പേര്. ലിറ്റിൽ ഹാജി എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികൾക്ക് ചെറിയ രീതിയിൽ എങ്ങനെയാണ് ഹജ്ജ്, എന്താണ് ഉംറ, എങ്ങനെയാണ് ഹജ്ജ് ചെയ്യുക, അതിൻ്റെ കർമ്മങ്ങളൊക്കെ എങ്ങനെയാണ് ചെറിയ രീതിയിൽ പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഒരു സ്റ്റാളാണ്. നമുക്ക് കാണാം എന്താണ് സംഭവം. എന്ന് വെച്ചാൽ നമ്മൾ ചെറിയ കുട്ടികൾക്ക് ഇപ്പോൾ എന്താണ് 15 വയസ്സിന് മുകളിൽ ചെറിയ താഴെയുള്ള കുട്ടികൾക്ക് എങ്ങനെ ഹജ്ജ്, എങ്ങനെ ഉംറ എങ്ങനെ പഠിപ്പിച്ചു കൊടുക്കും. എന്താ വെച്ചാൽ ഒരു മദ്രസയിൽ നിന്ന് പഠിച്ചു വെക്കും. എങ്ങനെ ഇത് പഠിച്ചു അത്ഭുതമായിരിക്കും. ഇവിടെ നിന്ന് ഹജ്ജുൽ ക്ലാസ്സിൽ നിന്ന് തുടങ്ങി ഹജ്ജുൽ ക്ലാസ്സിൽ അവസാനിക്കും. 7 റൗണ്ട് ഇറങ്ങുള്ള ഒരു തോക്ക് ഒരു ആകെ അത്ഭുതമായി. കാരണം ഇതേപോലത്തെ സൗകര്യം ഒന്നും അവർക്ക് അവിടെ ഉണ്ടാവില്ല പഠിച്ചാൽ. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, ഇവിടെ എത്തിയിട്ട് അവർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അവർക്ക് ഓർമ്മ വരും, അവർക്ക് അങ്ങനെ പറഞ്ഞു
കല്ലിട്ടാണ് അജുള്ള അവിടെ തുടങ്ങി സുൽത്താൻ കൊണ്ടുവന്ന കല്ല് അവിടെ നിന്ന് തുടങ്ങി ഇവിടെ അവസാനിക്കും. അതായത് മക്കാം ഇബ്രാഹിമിൻ്റെ ചരിത്രം, അതുപോലെ ഹിജർ ഇസ്മായിലിൻ്റെ ചരിത്രം, സ്വർണ്ണപ്പാത്തി, അതുപോലെ തന്നെ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് സയ്യിക്ക് ഒരങ്ങ് നേരെ സഫാമാർക്ക് കൊണ്ടുപോകും. സഫാമാർക്ക് അതേപോലെ തന്നെ സയ്യ് ഓരോ ഹാജറ ബീവിൻ്റെ സ്മരണകളൊക്കെ വേറെ ഓർമ്മപ്പെടുത്തി കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും, സഫാമാർവിൻ്റെ ഇടയിലുള്ള ആ സയ്യ് 7 വട്ടം കറങ്ങി അതും പറഞ്ഞു കൊടുത്ത് ഈ ഹജ്ജിനെ ഉംറയിൽ നിന്ന് വേർപെടുത്തുന്ന വേറൊരു കാര്യം കൂടിയുണ്ട്. അഥവാ അറഫയിൽ ഒരുമിച്ച് കൂടുക. അഥവാ ഉംറയിൽ വന്നിട്ട് ത്വാഫും സയ്യും കഴിഞ്ഞാൽ തഹല്ലുലായി പോകാൻ. ഹജ്ജിൽ അങ്ങനെയല്ല. ഹജ്ജിൽ ഇതും ത്വാഫും ഉണ്ടാവും, സയ്യും ഉണ്ടാവും. അതിന് പുറമെ അറഫയിൽ ഒരുമിച്ച് കൂടലുണ്ടാവും. അറഫയിൽ ഒരുമിച്ച് കൂടൽ പറഞ്ഞാൽ നേരെ ഇവിടുന്ന് ഹാജിമാരും ചെയ്യും 20 കിലോമീറ്റർ താണ്ടി അറഫയിൽ വന്ന് ഒരുമിച്ച് കൂടും. അഥവാ ഇന്ത്യക്കാർ മാത്രമല്ല ഉണ്ടാവും, ലക്ഷക്കണക്കിന് ആളുകാരുണ്ടാവും. ഹജ്ജ് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഇങ്ങോട്ട് വരും, അഥവാ അറഫയിലേക്ക് വരും. അറഫയിൽ എന്താ വെച്ചാൽ ഒരുപാട് ജനങ്ങൾ, ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടാവും. അവർ ഒരുമിച്ച് കൂടുന്ന സ്ഥലമാണ് അറഫ മൈതാനി എന്ന് പറഞ്ഞാൽ. ഇതിന് ചുറ്റും പല ടെൻറ്റുകൾ, അഥവാ ഓരോ രാജ്യത്ത് ടെൻറ്റാണെങ്കിൽ അവിടെ ഇറാഖ്, ഇസ്രായേൽ, അങ്ങനെ കുറേ രാജ്യങ്ങളുണ്ടാവും. അങ്ങനെ ഒരുമിച്ച് കൂടുന്ന ഒരു വലിയൊരു പർവ്വതമാണ് അറഫ മൈതാനം പറയുന്നത്. ഇവിടെ ഒരുമിച്ച് കൂടിയിട്ട് ഒരു 209 നോമ്പ് നോക്കി ഒരുമിച്ച് കൂടുന്ന ഒരു പരിപാടി. എന്നിട്ട് നോമ്പ് തുറന്ന് തിരിഞ്ഞു പോകാനാണ് ഇവിടെ ഉണ്ടാവുക. ഇത് ഇത്രയും അറിയപ്പെടാനുള്ള കാരണം വെച്ചാൽ ആദ്യ നബി അലി ഇസ്ലാം ഹവ്വാ ബീവി അള്ളാഹുത്താല നബി ഉണ്ടായിരുന്നത് അള്ളാഹുത്താല ഓരോ സ്വർഗ്ഗത്തിന് ഇറക്കിയത്. അപ്പോൾ ഒരു പല ഭാഗത്തായിരുന്നു ഒരു വിഭജിച്ച് ഇറക്കിയിരുന്നു, വേറെ 2 ഭാഗത്ത് വിഭജിച്ച് ഇറക്കിയിരുന്നു. അതിലിവര് അലഞ്ഞു തിരിഞ്ഞ് ഒരുമിച്ച് കൂടിയ ഒരു സ്ഥലമാണ് അറഫ എന്ന് പറഞ്ഞ കണ്ടുപിടിച്ച് അറിയാം. അങ്ങനെയൊക്കെ അർത്ഥങ്ങളുണ്ട് അറഫ. അതുപോലെ തന്നെ വേറൊരു പ്രത്യേകതയുണ്ട്. നബിതങ്ങൾ ഹജ്ജത്തിൽ പ്രസംഗം നടത്തിയിട്ട് അറഫയിൽ അവസാനത്തെ പ്രസംഗം നടത്തിയിട്ട് ഇവിടെ ഈ അറഫാമലയിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ ജബുൽ റഹ്മാൻ വേണ്ടി വേറൊരു പേര് കൂടി അറഫയിലുണ്ട്. കാരണം എന്താ വെച്ചാൽ അറഫയിൽ പോയിട്ട് ഒരാൾ ദ്വാരന്നാൽ അള്ളാഹുദാല ദ്വാരന്നാൽ അള്ളാഹുദാല ആ ദ്വാ തട്ടി കളയില്ല, അള്ളാഹുദാല ജീവിക്കാൻ ആ ദ്വാ തട്ടി കളയില്ല. അങ്ങനെ ഒരു പേരും കൂടി ഇതിനുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരം തരും അവരോട് നേരെ അപ്പുറത്തെ സെക്ഷൻ ഉണ്ട്, അങ്ങോട്ട് ഇട്ടാണ്. അവിടെ എന്താ പറയുന്നത് വെച്ചാൽ 2 കാര്യങ്ങൾ 2 സെക്ഷനാണ് പറയുന്നത്. കാബൻ്റെ ഉള്ളിൽ കുഞ്ഞ് വെച്ചിട്ടുണ്ട്, അഥവാ അമുഖമായി ജനിച്ച് അതുപോലെ തന്നെ വലുതായി ഭയങ്കര അധികം ഞങ്ങളെ എതിർത്ത് ജീവിച്ച് പിന്നെ ഒരു യുദ്ധമുണ്ട്. ആ യുദ്ധത്തിന് ശേഷം മുസ്ലിം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നൊരു ചരിത്രം, ഭയങ്കര രസകരമായ ചരിത്രം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. അതുപോലെ തന്നെ കാബൻ്റെ താക്കോലിൻ്റെ സൂക്ഷിപ്പിൻ്റെ ചരിത്രം പറഞ്ഞു കൊടുക്കും അവിടെ. അത് കഴിഞ്ഞിട്ട് ഈ കുട്ടികൾ എത്രത്തോളം ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാവാൻ കോമ്പറ്റീഷന് അപ്പുറത്ത് തന്നെ നമ്മൾ സജ്ജീകരിച്ചിരുന്നു. അപ്പോൾ അവരവിടെ പോയിട്ട് ഇത് എത്രത്തോളം ഉൾക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു വിജയിച്ചാണെങ്കിൽ എന്ത് ചെയ്യും, ഓർക്ക് ചെറിയ ചെറിയ ഹദ്യായിട്ട് ചെറിയ സമ്മാനങ്ങളൊക്കെ കുട്ടികളോട് സന്തോഷമായിട്ട് കിട്ടാണ്. എന്താ വെച്ചാൽ ഓർക്ക് ഇതിനോട് താല്പര്യം കൂട്ടാൻ വേണ്ടിയിട്ട്, ഇതിനോട് അടുപ്പം കൂട്ടാൻ വേണ്ടിയിട്ട്, അഥവാ മക്കയിലേക്കും മദീനയിലേക്കും അടുപ്പം കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ലക്ഷ്യം. അപ്പോൾ നമ്മളങ്ങനെ ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ടു, കൂടുതൽ പുസ്തകങ്ങൾ കണ്ടില്ലേ. നമ്മുടെ അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് പുസ്തകങ്ങൾ പറയുന്നത്, ഒരുപാട് പുസ്തകങ്ങൾ ചരിത്ര പുസ്തകങ്ങൾ ഇവിടെ കാണാൻ പറ്റും. കടൽ താണ്ടിയ ഹജ്ജ് അനുഭവങ്ങൾ, നൗഫലതനി താജ്, അങ്ങനെ ഒരുപാട് പുസ്തകങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതായത് നമ്മൾ ഇവിടെ അവസാനിക്കുകയാണ്. പുസ്തകത്തിൻ്റെ വിശ്വാസപൂർവ്വം ഇവിടെ കാണാം. അപ്പോൾ നമ്മൾ എല്ലാ സ്റ്റാളുകളിലും കയറി അതിൻ്റെ ഈ ഒരു ഹറമൈനി എക്സ്പോ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എന്ത് തോന്നുന്നു, കണ്ടു കഴിഞ്ഞതിന് ശേഷം എന്താ തോന്നുന്നത്? ഉസ്താദേ, പിന്നെ ഒരു ഹജ്ജ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾ നിർബന്ധമായിട്ട് ഇവിടെ വരണം. കാരണം അയാൾക്ക് വേണ്ട ഏറ്റവും സെറ്റ് കാര്യങ്ങൾ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ഇതന്നെ നല്ലൊരു അഭിപ്രായമാണ്. ഒരുപക്ഷെ ഹജ്ജ് ചെയ്ത ആളുകൾക്ക് വരെ ഈ ഒരു അറിവൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എനിക്ക് തോന്നുന്നത് അതാണ്. ജസ്റ്റ് വരുന്നു പോകുന്നു, ഹജ്ജിന്റെ കർമ്മങ്ങൾ മാത്രമേ പഠിക്കുള്ളൂ. പക്ഷേ കഅബയുടെ പഴയ ചരിത്രം, അതേപോലെ തന്നെ ഇതുപോലത്തെ ഓരോ സ്റ്റാളുകളിലും കയറിയപ്പം കിട്ടിയിട്ടുള്ള ഈ പഴയ കാലത്തുള്ള ചരിത്രങ്ങൾ, ഇപ്പം അതിനൊക്കെ ശേഷം മോഡേൺ ആയിട്ടുള്ള പുതിയ കാലത്തുള്ള പുതിയ ന്യൂ മോഡേൺ ചരിത്രങ്ങൾ വരെ ഇപ്പോൾ നമുക്ക് കിട്ടി. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ ഒരു വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് പുതിയൊരു വ്ളോഗുമായിട്ട് നമ്മൾ അടുത്ത ദിവസം തന്നെ വരും. ഇൻഷാ അല്ലാഹ്. ശുക്രൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.